ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻവയോൺമെൻറ്റ് ആൻഡ് സൊസൈറ്റിൻ്റെ മൊഡ്യൂൾ 4 ആയിട്ടുള്ള എൻവയോൺമെൻറ്റ് ആൻഡ് ഡെവലപ്മെൻറ്റിലെ 2 മാർക്ക്, അതുപോലെ തന്നെ 5 മാർക്ക്, 10 മാർക്ക് ഈ ഒരു വീഡിയോ ആണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് എല്ലാവരും കാണുക. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ് ഡീഫോറസ്റ്റേഷൻ അല്ലേ. ഡീഫോറസ്റ്റേഷൻ മാത്രം 2 മാർക്കിന് ചോദിക്കാം. അതല്ല, ഡീഫോറസ്റ്റേഷൻ അതിൻ്റെ കോസസ്, അതിൻ്റെ എഫക്റ്റ് ഒക്കെ കൂടെ ആയിട്ട് 5 മാർക്കിനും ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ഭാഗമാണിത്. അപ്പോൾ ആദ്യം ഡീഫോറസ്റ്റേഷൻ എന്താണെന്ന് നോക്കാം അല്ലേ. കാർഷിക ആവശ്യങ്ങൾക്കും അതുപോലെ തന്നെ മറ്റു നിർമ്മാണ പ്രവർത്തനങ്ങൾക്കും ഒക്കെ വേണ്ടിയിട്ട് വനപ്രദേശങ്ങളെ നശിപ്പിക്കുന്ന പ്രക്രിയക്ക് പറയുന്ന പേരാണ് ഡീഫോറസ്റ്റേഷൻ അല്ലെങ്കിൽ വനനശീകരണം എന്നുള്ളത് അല്ലേ. എന്താണ്? കാർഷിക ആവശ്യങ്ങൾക്കോ മറ്റു നിർമ്മാണ പ്രവർത്തനങ്ങൾക്കോ വേണ്ടിയിട്ട് വനപ്രദേശങ്ങളെ നശിപ്പിക്കുന്ന പ്രക്രിയയാണ് ഡീഫോറസ്റ്റേഷൻ. അതുപോലെ തന്നെ ഭൂമിയുടെ പ്രതലത്തിന്റെ 1/3 ഭാഗം എന്താണ്? വനങ്ങളാണ് ഉള്ളത്. അതുപോലെ തന്നെ വാട്ടർ സൈക്കിള്, മണ്ണ് സംരക്ഷണം, കാലാവസ്ഥാ വ്യതിയാനം ലഘൂകരിക്കൽ, ജൈവ സംരക്ഷണം, ഇതൊക്കെ എന്താണ്? വനങ്ങളിൽ പ്രധാന പങ്ക് വഹിക്കുന്ന കാര്യങ്ങളാണ് അല്ലേ. അപ്പോൾ ഡീഫോറസ്റ്റേഷൻ 2 മാർക്കിന് വന്നാൽ ഇത്രയും കാര്യങ്ങളൊക്കെ എഴുതുക. ഇനി അതിന്റെ കോസസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ ആണ് കോസസ് ഓഫ് ഡീഫോറസ്റ്റേഷൻ അല്ലേ. അപ്പോൾ കോസസ് അല്ലേ, വനനശീകരണത്തിന് എന്താ പറയുക, കൂടുതലായിട്ടും മനുഷ്യന്മാരുടെ പ്രവർത്തനങ്ങൾ മൂലം വനനശീകരണം സംഭവിക്കാറുണ്ട്. അപ്പോൾ അതുപോലെ എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് വനനശീകരണം സംഭവിക്കുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. ഒന്നാമതായിട്ട് പറയുന്നത് തന്നെ കാർഷിക ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള വനനശീകരണം. അതെങ്ങനെയാണ് പറയുന്നത്? അതായത് കാർഷിക ആവശ്യങ്ങൾക്കായിട്ട് വനഭൂമികളെ കൂടുതൽ ഉപയോഗിക്കുന്നുണ്ട് അല്ലേ. ആ വനങ്ങളൊക്കെ നശിപ്പിച്ചിട്ട് അവിടെ എന്ത് ചെയ്യുക? കൃഷി ചെയ്യുക. അങ്ങനെ അതെന്താവും? വനനശീകരണത്തിലേക്കൊരു കാരണമായിട്ട് മാറും. അതുപോലെ തന്നെ ഫുഡ് ആൻഡ് അഗ്രികൾച്ചറൽ ഓർഗനൈസേഷൻ നൽകുന്ന ഒരു നിർവചനമുണ്ട്. ഒരു വനപ്രദേശങ്ങളിൽ മരങ്ങളിൽ 90% നശീകരണം നടത്തുമ്പോഴാണ് പൂർണ്ണമായിട്ടുള്ള രീതിയിൽ എന്ത് ചെയ്യുക? വനനശീകരണം സംഭവിക്കുക. ഫുഡ് ആൻഡ് അഗ്രികൾച്ചറൽ ഓർഗനൈസേഷൻ കൊടുത്തൊരു ഡെഫിനിഷനാണത് അല്ലേ. ഒരു വനപ്രദേശത്തുള്ള മരങ്ങളിൽ 90% നശീകരണം നടത്തുമ്പോഴാണ് പൂർണ്ണമായിട്ടുള്ള രീതിയിലുള്ള വനനശീകരണം സംഭവിക്കുന്നത്. അതുപോലെ തന്നെ ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പാരിസ്ഥിതിക വെല്ലുവിളിയാണ് ഈ ഒരു വനനശീകരണം എന്ന് പറയുന്നത്. ആ ഒരു ഭാഗമാണ് നിങ്ങൾ ഈ ഒരു കാർഷിക ആവശ്യങ്ങൾക്ക് എന്നുള്ള ഭാഗത്ത് എഴുതേണ്ടത്. പിന്നെ രണ്ടാമത്തെ ഒരു കാരണമാണ് സാമ്പത്തിക ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് അല്ലേ. സാമ്പത്തിക ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളത് വരുന്നത് എന്താണ്? അതായത് കടലാസ് നിർമ്മാണം, അതുപോലെ തന്നെ തടി, അതുപോലെ തന്നെ വസ്ത്ര നിർമ്മാണം, ഇതിനൊക്കെ വേണ്ടിയിട്ട് എന്താണ്? മരങ്ങൾ ഒരുപാട് അധികം മുറിച്ചു മാറ്റുന്നുണ്ട് അല്ലേ. അതുപോലെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ധാരാളം മരങ്ങൾ മുറിച്ചു മാറ്റുന്നുണ്ട്. ഇതൊക്കെ എന്താണ്? മരങ്ങൾ ഇങ്ങനെ മുറിച്ചു മാറ്റുമ്പോൾ വനനശീകരണത്തിലാക്കാണ് കടക്കുക അല്ലേ. അപ്പോൾ രണ്ടാമത്തെ ഒരു കാരണം എന്ന് പറയുന്നത് സാമ്പത്തിക ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടും വനനശീകരണം സംഭവിക്കുന്നുണ്ട്. പിന്നെ മൂന്നാമത്തെ ഒരു കാരണമാണ് തോട്ടവിളകൾ കൃഷി ചെയ്യാൻ അല്ലേ. തോട്ടവിളകൾ എന്ന് പറഞ്ഞാൽ അതായത് തേയില, റബ്ബർ, പിന്നെ അതുപോലെ തന്നെ കാപ്പി, പിന്നെ അതുപോലെ കൊക്കോ, ഇങ്ങനത്തെയൊക്കെ വിള ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും? വനമേഖലകളെ ഉപയോഗപ്പെടുത്തുന്നുണ്ട്. എന്നിട്ട് ആ വനങ്ങളൊക്കെ എന്ത് ചെയ്യും? നശിപ്പിക്കും അല്ലേ. അതായത് അതിനൊക്കെ വെട്ടിമുറിച്ചിട്ട് അവിടെ ഇത്തരം കൃഷികൾ നടക്കും. ഇതും എന്താണ്? വനനശീകരണത്തിലേക്ക് നയിക്കുന്ന മറ്റൊരു കാരണമാണ്. പിന്നെ അടുത്തൊരു കാരണമാണ് പറയുന്നത് അണക്കെട്ടുകളുടെ നിർമ്മാണം അല്ലെ. അണക്കെട്ടുകളുടെ നിർമ്മാണത്തിൽ പറയുന്നത് എന്താണ്? അണക്കെട്ടുകളുടെ നിർമ്മാണത്തിനായിട്ട് കൂടുതലും ഉപയോഗപ്പെടുത്തുന്ന സ്ഥലം എന്ന് പറയുന്നത് ഈ വനങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന സ്ഥലങ്ങളാണ്. അവിടെ വനങ്ങൾ നശിപ്പിച്ചിട്ട് അവിടെ ജൈവ വൈവിധ്യത്തിന്റെ നാശത്തിനും എന്താവും? അത് വഴിയൊരുക്കും. അവിടെയാണ് പിന്നെ അണക്കെട്ടുകൾ നിർമ്മിക്കുക. അപ്പൊ അണക്കെട്ടുകളുടെ നിർമ്മാണം എന്ത് ചെയ്യുന്നുണ്ട്? വനനശീകരണത്തിന്റെ ഒരു കാരണമാകുന്നുണ്ട്. പിന്നെ അടുത്തതാണ് പറയുന്നത് അമിതമായിട്ടുള്ള ജനസംഖ്യയും ദാരിദ്ര്യവും അല്ലേ. അതിൽ പറയുന്നത് എന്താണ്? ജനസംഖ്യ വർദ്ധിക്കുന്നതിനനുസരിച്ച് വനമേഖല എന്ത് ചെയ്യും? കൂടുതൽ താമസയോഗ്യമാക്കി തീർക്കേണ്ടി വരും അല്ലേ. അപ്പൊ കൂടുതൽ പേർക്ക് എന്ത് വേണ്ടി വരും? വീട് വേണ്ടി വരും. അപ്പൊ അതിന് വേണ്ടിയിട്ട് മരങ്ങളൊക്കെ നശിപ്പിക്കുന്ന ഒരു രീതി. അങ്ങനെ ആയാലും വനനശീകരണത്തിലേക്കാണ് ഇത് നയിക്കുക. പിന്നെ ഒന്നാണ് ഖനനം എന്ന് പറയുന്നത്. അതായത് വെള്ളി, ചെമ്പ്, കൽക്കരി, സ്വർണം, ഇങ്ങനത്തെയൊക്കെ വിഭവങ്ങൾ കുഴിച്ചെടുക്കാൻ വേണ്ടിയിട്ട് വനമേഖലയാണ് കൂടുതൽ ഉപയോഗിക്കുക. അപ്പൊ ആ വനമേഖലകൾ നിൽക്കുമ്പോൾ അവിടെയുള്ള മരങ്ങളെ എന്ത് ചെയ്യുക? നശിപ്പിച്ചിട്ടാണ് ഇങ്ങനത്തെ ഖനനങ്ങൾ നടത്തുക. അപ്പൊ അതും എന്താണ്? ഒരു വനനശീകരണത്തിന്റെ കാരണങ്ങളാണ്. അപ്പൊ എന്തൊക്കെ പോയിന്റുകളാണ്? ഇതിന്റെ പോയിന്റുകളാണ് നമ്മൾ പഠിച്ചിരിക്കേണ്ടത്. ബാക്കി അതിൻ്റെ ഉള്ളിൽ എഴുതാൻ എന്തും നമുക്ക് കിട്ടും. ഒന്നാമത് പറയുന്നത് കാർഷിക ആവശ്യങ്ങൾക്ക് വേണ്ടി, രണ്ടാമത്തത് സാമ്പത്തിക ആവശ്യങ്ങൾക്ക് വേണ്ടി, മൂന്നാമത്തത് തോട്ടവിളകൾ കൃഷി ചെയ്യാൻ, നാലാമത്തത് അണക്കെട്ടുകളുടെ നിർമ്മാണത്തിന് വേണ്ടിയിട്ട്, അതുപോലെ തന്നെ അഞ്ചാമത് പറയുന്നത് അമിതമായിട്ടുള്ള ജനസംഖ്യ, ആറാമത് പറയുന്നത് ഖനനം. ഈ 6 പോയിന്റാണ് നമ്മളതിൽ പഠിച്ചിരിക്കേണ്ടത്. അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ് എഫക്റ്റ് ഓഫ് ഡീഫോറസ്റ്റേഷൻ അല്ലേ. അപ്പോൾ എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഈ ഒരു വനനശീകരണം കൊണ്ട് ഉണ്ടാകുന്നത് നമുക്ക് നോക്കാം. ഒന്നാമത് പറയുന്നത് ജൈവ വൈവിധ്യത്തിന്റെ നാശം അല്ലേ. ജീവികൾക്ക് എന്താണ് നാശം സംഭവിക്കുന്നുണ്ട്? ഈ വനങ്ങൾ നശിപ്പിക്കുമ്പോൾ അവിടെ താമസിക്കുന്ന ജീവികളുടെ ആവാസ വ്യവസ്ഥയാണ് എന്ത് ചെയ്യുന്നത്? നഷ്ടപ്പെടുന്നത്. അതുമൂലം അവരുടെ നാശത്തിനാണത് വഴിയൊരുക്കുക. അതാണ് ഒന്നാമത്തെ കാരണം എന്ന് പറയുന്നത്. അതുപോലെ ഒരുപാട് ജീവജാലങ്ങളുടെ ആവാസ വ്യവസ്ഥയായിരിക്കും അല്ലേ വനപ്രദേശം എന്ന് പറയുന്നത്. അതിൽ ഒരുപാട് ജീവികൾ എന്ത് ചെയ്യുന്നുണ്ടാവും? താമസിക്കും.
അപ്പോൾ ഓരോ മനുഷ്യൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് വനങ്ങളെ വെട്ടിമുറിച്ച് മാറ്റുമ്പോൾ അവരുടെയൊക്കെ ആവാസ വ്യവസ്ഥ നഷ്ടപ്പെട്ടിട്ട് അവരുടെ എന്ത് ചെയ്യും, അവർ ഈ ഒരു ഭൂമിയിൽ നിന്ന് തന്നെ ഇല്ലാതാവാൻ അത് കാരണമാവും, അവർ വംശനാശം സംഭവിക്കും. പിന്നെ രണ്ടാമതൊരു കാരണം പറയുന്നതാണ് മരുഭൂവൽക്കരണം അല്ലെ. അതിൽ പറയുന്നത് എന്താണ്, വനമേഖലയിലെ മണ്ണിന് എന്താണ്, ചെടികളുടെയും അതുപോലെ തന്നെ മരങ്ങളുടെയും ആയിട്ടുള്ള ഒരു ആവരണമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ആവരണം നഷ്ടപ്പെടുന്നതോടെ സൂര്യപ്രകാശം മണ്ണിൽ നിന്ന് എന്താണ് നേരിട്ട് പതിക്കുകയും ചെയ്യും, മണ്ണ് ഉണങ്ങി വരേണ്ടതാവും ചെയ്യും അല്ലെ. ഉണങ്ങി വരേണ്ടത് മൂലം എന്താണ്, കാറ്റിന്റെ പ്രഭാവത്തിൽ മേൽമണ്ണൊക്കെ എന്ത് ചെയ്യും, പറന്നു പോകും അല്ലെ, അങ്ങനെ ഡ്രൈ ആയിട്ട് കിടക്കുമ്പോൾ. അപ്പോൾ അങ്ങനെ മുമ്പ് വനപ്രദേശമായിരുന്ന സ്ഥലമൊക്കെ ഒരു മരുഭൂമിയായിട്ട് മാറുകയും ചെയ്യും. ഈ പ്രക്രിയയാണ് എന്ത് പറയുന്നത്, മരുഭൂവൽക്കരണം എന്ന് അറിയുന്നത്. അതാണ് മരുഭൂവൽക്കരണത്തിൽ നിങ്ങൾ എഴുതേണ്ടത്. മൂന്നാമത് പറയുന്നത് മഴയുടെ അളവിലുണ്ടാകുന്ന മാറ്റം അല്ലെ മഴ എന്താ പറയാ പിന്നെ കൂടുതലായിട്ട് പെയ്യാതിരിക്കുക, മഴന്റെ കുറവ്. അതായത് തണുത്ത അന്തരീക്ഷം വനമേഖലയുടെ പ്രത്യേകതയാണ്. അതുപോലെ മഴമേഘങ്ങളെ തടഞ്ഞു നിർത്തിക്കൊണ്ട് മഴ പെയ്യിക്കുന്നതും ഒക്കെ എന്താണ്, വനമേഖലയിലെ ഈ തണുത്ത അന്തരീക്ഷമാണ് ചെയ്യുന്നത്. അതുപോലെ വനമേഖലയിൽ നശിക്കുന്നതോട് കൂടിയിട്ട് പ്രകൃതിയിൽ എന്താണ്, ഈ ജലചക്ര പ്രക്രിയ തന്നെ ഇല്ലാതാവും. അപ്പോൾ വനങ്ങൾ എന്താ പറയാ മഴയുടെ അളവിലുണ്ടാകുന്ന കുറവും ഈ ഒരു പിന്നെ എന്താ പറയുക ഡീഫോറസ്റ്റേഷന്റെ ഒരു പ്രശ്നമാണ്. പിന്നെ അതുപോലെ തന്നെ ആഗോള താപനം അല്ലെ, അന്തരീക്ഷത്തിലെ കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവ് ക്രമീകരിക്കുന്നത് ചെടികളും മരങ്ങളും ഒക്കെയാണ് ചെയ്യുന്നത്. അതുപോലെ സസ്യങ്ങൾ കാർബൺ ഡൈ ഓക്സൈഡിനെ സ്വീകരിച്ചിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഓക്സിജന് പുറത്തുവിടുന്നുണ്ട് അല്ലെ. അന്തരീക്ഷത്തിൽ ഹരിതഗൃഹ വാതകങ്ങളുടെ അളവ് കൂടാൻ വനനശീകരണം എന്താണ് പ്രധാന ഒരു കാരണമായിട്ട് തന്നെ മാറുന്നുണ്ട്. പിന്നെ അടുത്തൊരു പറയുന്നതാണ് മണ്ണൊലിപ്പ് അല്ലെ. മരങ്ങൾക്ക് മണ്ണൊലിപ്പ് തടയാനുള്ള എന്താ പറയാ ശേഷിയുണ്ട് അല്ലെ. മരങ്ങൾക്ക് എന്താണ്, മണ്ണൊലിപ്പ് തടയാനുള്ള ശേഷി മണ്ണിനുണ്ട്, അതുപോലെ തന്നെ മരങ്ങൾക്കുണ്ട്. അതുപോലെ തന്നെ വൃക്ഷങ്ങളിലും ആവരണമില്ലാത്ത മണ്ണിൽ നേരിട്ട് എന്താണ് മഴത്തുള്ളികൾ പതിക്കുകയും വെള്ളത്തിന്റെ ഒഴുക്കിനൊപ്പം എന്ത് ചെയ്യും, മേൽമണ്ണ് ഒഴുകി പോവുകയും ചെയ്യും. അപ്പോൾ മണ്ണൊലിപ്പ് എന്ന് പറയുന്നതും ഇതിന്റെ ഒരു എഫക്റ്റ് ആണ്. അപ്പോൾ എഫക്റ്റ് ഓഫ് ഡീഫോറസ്റ്റേഷനിലെ പോയിന്റ് എന്തൊക്കെയാണെന്ന് ഓർത്തു വെക്കുക. ഒന്ന് ജൈവ വൈവിധ്യത്തിന്റെ നാശം, രണ്ടാമതായിട്ട് മരുഭൂവൽക്കരണം, മൂന്നാമത്തത് പറയുന്നത് മഴയുടെ അളവിലുണ്ടാകുന്ന കുറവ്, നാലാമത് ആഗോള താപനം, അഞ്ചാമത്തത് മണ്ണൊലിപ്പ്. അടുത്ത രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ് എക്സ്റ്റിങ്ഷൻസ് ഓഫ് സ്പീഷീസ് അല്ലേ. അതിൽ വരുന്ന ഭാഗങ്ങളാണ് നാച്ചുറൽ കോസസ് ഓഫ് എക്സ്റ്റിങ്ഷനും മാൻമെയ്ഡ് കോസസ് ഓഫ് എക്സ്റ്റിങ്ഷനും അതുപോലെ തന്നെ കോൺസീക്വൻസ് ഓഫ് സ്പീഷീസ് എക്സ്റ്റിങ്ഷനും അല്ലേ. അതായത് എക്സ്റ്റിങ്ഷൻ ഓഫ് സ്പീഷീസ് എന്ന് പറയുന്നത് 2 മാർക്കിന് മാത്രമായിട്ട് ചോദിക്കുക. അതല്ല ഇതെല്ലാം കൂടെ ഒരുമിച്ച് എന്ത് ചെയ്യുക, 5 മാർക്കിനോ 10 മാർക്കിനോ ഒക്കെ വരാം. അപ്പം നമുക്ക് എക്സ്റ്റിങ്ഷൻ ഓഫ് സ്പീഷീസ് എന്ന് പറയാം അല്ലേ. അതായത് ഒരു ജീവിവർഗത്തെ ഭൂമുഖത്ത് തന്നെ എന്ത് ചെയ്യുക, കാണാതാവുമ്പോഴാണ് നമ്മൾ അതിനെ വംശനാശം സംഭവിച്ചു എന്ന് പറയാം അല്ലേ. ഒരു ജീവിവർഗത്തെ ഭൂമുഖത്ത് നിന്ന് തന്നെ കാണാതാവുമ്പോഴാണ് അവർക്ക് വംശനാശം സംഭവിച്ചിട്ടുണ്ടെന്ന് നമ്മൾ പറയുന്നത്. അതുപോലെ ലോകത്ത് ഇന്ന് ഏറ്റവും കൂടുതൽ നേരിടുന്ന ഒരു പ്രധാന പാരിസ്ഥിതിക പ്രശ്നങ്ങളിൽ ഒന്ന് തന്നെയാണ് ഈ ജീവികളുടെ വംശനാശം എന്ന് പറയുന്നത്. ഒരു പ്രത്യേക ജീവിവർഗത്തിന്റെ ജനസംഖ്യ ക്രമാതീതമായിട്ട് കുറയുമ്പോൾ അവ വംശനാശ ഭീഷണിയിലാണെന്ന് പറയാൻ പറ്റൂ അല്ലേ. ധാരാളം സസ്യങ്ങളും മൃഗങ്ങളെ പോലെ തന്നെ ധാരാളം സസ്യങ്ങളും എന്ത് ചെയ്യുന്നുണ്ട്, വംശനാശ ഭീഷണി നേരിടുന്നുണ്ട് അല്ലേ. വംശനാശം എന്ന പദത്തിന് എന്തുണ്ട്, 2 വ്യത്യസ്തമായിട്ടുള്ള അർത്ഥങ്ങളുണ്ട്. അതിലൊന്ന് പറയുന്നതാണ് ഗ്ലോബൽ എക്സ്റ്റിങ്ഷൻ അല്ലെ. ഗ്ലോബൽ എക്സ്റ്റിങ്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു ജീവിവർഗം ഭൂമിയിൽ എവിടെയും കാണാത്ത സ്ഥിതി അല്ലെ, എവിടെയും കാണാത്ത ഒരു അവസ്ഥയാണ് ഗ്ലോബൽ എക്സ്റ്റിങ്ഷൻ എന്ന് പറയാം. എന്നാൽ രണ്ടാമത്തത് റീജിയണൽ എക്സ്റ്റിങ്ഷൻ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു പ്രത്യേക ഭൂപ്രദേശത്ത് എന്ത് ചെയ്യുക, ജീവിവർഗം നശിക്കുന്നതിനെയാണ് റീജിയണൽ എക്സ്റ്റിങ്ഷൻ എന്ന് പറയുക അല്ലെ. ഏതെങ്കിലും ഒരു പ്രത്യേക ഭൂപ്രദേശത്ത് മാത്രം ജീവിവർഗം നശിക്കുമ്പോൾ അതിന് പറയുന്ന പേരാണ് റീജിയണൽ എക്സ്റ്റിങ്ഷൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ പരിസ്ഥിതി സമ്പന്നമായിട്ടുള്ള കാരണങ്ങൾ കൊണ്ടൊക്കെ ഒരു ജീവിവർഗത്തിന്റെ എണ്ണത്തിൽ എന്തുണ്ടാ, കുറവ് വരും അല്ലെ. അങ്ങനെ കുറവ് വരുമ്പോഴാണ് ഈ വംശനാശം സംഭവിക്കുന്നത്. അതുപോലെ തന്നെ ആവാസ വ്യവസ്ഥയുടെ തകർച്ച, കാലാവസ്ഥാ വ്യതിയാനം, മനുഷ്യന്റെ വർദ്ധിച്ച ഉപയോഗം എന്നീ കാരണങ്ങൾ കൊണ്ടൊക്കെ എന്ത് ചെയ്യുക, ജീവിവർഗങ്ങൾക്ക് വംശനാശത്തിന്റെ വക്കിലെത്താറുണ്ട് അല്ലെ. അതുപോലെ ജനിതക തകരാറുകൾ പോലുള്ള ജൈവിക ഘടകങ്ങളും എന്താണ് വംശനാശത്തിന് കാരണമാകാറുണ്ട് അല്ലെ. അപ്പോൾ പരിസ്ഥിതി സംബന്ധമായിട്ടുള്ള കാരണങ്ങളാൽ ഒരു ജീവിവർഗത്തിന്റെ എണ്ണത്തിൽ കുറവ് വരുമ്പോഴാണ് വംശനാശം ഉണ്ടാകുന്നത് എന്ന് മനസ്സിലാക്കി വെക്കുക. അതുപോലെ തന്നെ വംശനാശം സംഭവിക്കുന്നത് എന്താണ്, 2 വ്യത്യസ്ത അർത്ഥങ്ങളുണ്ട്. അതിലൊന്നാണ് ഗ്ലോബൽ എക്സ്റ്റിങ്ഷനും മറ്റേത് റീജിയണൽ എക്സ്റ്റിങ്ഷനും. ഗ്ലോബൽ എക്സ്റ്റിങ്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു ജീവിവർഗം ഭൂമിയിൽ എവിടെയും കാണാത്ത സ്ഥിതിയെ പറയുന്നതാണ് ഗ്ലോബൽ എക്സ്റ്റിങ്ഷൻ. റീജിയണൽ എക്സ്റ്റിങ്ഷൻ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു പ്രത്യേക ഭൂപ്രദേശത്ത് മാത്രം ജീവിവർഗം നശിക്കുമ്പോഴാണ് ഇതിന് റീജിയണൽ എക്സ്റ്റിങ്ഷൻ എന്ന് പറയുന്നത് എന്ന് മനസ്സിലാക്കി വെക്കുക അല്ലെ. അതായത് ഒരു ജീവിവർഗത്തിലെ അവസാനത്തെ ജീവിയും കൂടെ ഈ ഭൂമുഖത്ത് നിന്ന് ഇല്ലാതാവുമ്പോൾ ആ ഒരു ഇല്ലാതാകുന്ന ആ ഒരു പ്രക്രിയക്ക് പറയുന്ന പേരാണ് എന്ത്, ഈ ഒരു വംശനാശം സംഭവിക്കുക അല്ലെങ്കിൽ വംശനാശം അല്ലെങ്കിൽ എക്സ്റ്റിങ്ഷൻ എന്ന് പറയുന്നത് എന്ന് മനസ്സിലാക്കി വെക്കുക.
എക്സ്റ്റിങ്ഷനുമായിട്ട് ബന്ധപ്പെട്ട രണ്ടാമത്തെ ഒരു ക്വസ്റ്റ്യൻ ആണ് നാച്ചുറൽ കോസസ് ഓഫ് എക്സ്റ്റിങ്ഷൻ അല്ലേ. അതായത് വംശനാശം സംഭവിക്കാൻ പ്രകൃതിദത്തമായിട്ടും കുറച്ച് കാരണങ്ങളുണ്ട്. എന്തൊക്കെയാണ് ആ ഒരു പ്രകൃതിദത്തമായിട്ടുള്ള കാരണങ്ങൾ നോക്കാം. ഒന്നാമതായിട്ട് പറയുന്നത് തന്നെ കാലാവസ്ഥാ വ്യതിയാനം അല്ലേ. കാലാവസ്ഥയിൽ ഉണ്ടാകുന്ന വ്യതിയാനങ്ങളൊക്കെ എന്താണ് വംശനാശത്തിന്റെ ഒരു പ്രധാന കാരണമായിട്ട് നമുക്ക് തന്നെ പറയാം അല്ലേ. അതായത് കാലാവസ്ഥ ഇപ്പോൾ ചൂടുള്ള കാലാവസ്ഥയാണെങ്കിൽ അത് താങ്ങാൻ പറ്റാത്തവരെന്ത് ചെയ്യും, നശിക്കുകയാണ് ചെയ്യുക അല്ലേ. അങ്ങനെ വംശനാശം സംഭവിക്കും. അതുപോലെ തന്നെ തണുപ്പുള്ള ഒരു കാലാവസ്ഥയാണ് കൂടുതലെങ്കിൽ തണുപ്പ് താങ്ങാൻ പറ്റാത്ത ജീവികൾ എന്താവും, വംശനാശം സംഭവിക്കും. അതാണ് കാലാവസ്ഥാ വ്യതിയാനത്തിൽ സംഭവിക്കുന്നത്. അത് ഒരു പ്രധാന കാരണമാണ് കാലാവസ്ഥാ വ്യതിയാനം എന്ന് പറയുന്നത്, പ്രകൃതിദത്തമായിട്ടുള്ള. പിന്നെ രണ്ടാമത്തേതാണ് ഉൽക്കകളുടെ പതനം അല്ലെ. ഉൽക്കകളുടെ പതനത്തിൽ എന്താ പറയുന്നത്, അതായത് ഒരു പ്രദേശത്തെ ജൈവ വ്യവസ്ഥയെ പൂർണ്ണമായിട്ട് ഇല്ലാതാക്കാൻ ഈ ഒരു ഉൽക്കകളുടെ പതനത്തിന് കഴിയും അല്ലെ. അപ്പോൾ ഉൽക്കകളുടെ പതനം എന്താണ്, ഇവരുടെ ഒരു വംശനാശം സംഭവിക്കുന്നതിനുള്ള പ്രകൃതിദത്തമായിട്ടുള്ള ഒരു കാരണമാണ്. മൂന്നാമത്തേതാണ് അമ്ലമഴ അല്ലെങ്കിൽ ആസിഡ് മഴ എന്നൊക്കെ പറയുന്നത് അല്ലെ. അതായത് എന്താണ്, ഈ ഒരു അമ്ലമഴ അല്ലെങ്കിൽ ആസിഡ് മഴയൊക്കെ മൂലം സസ്യങ്ങളുടെ വളർച്ച തന്നെ എന്ത് ചെയ്യും, മുരടിക്കും അല്ലെ. അങ്ങനെ തുടർച്ചയായിട്ടുള്ള ആഘാതം എന്ത് ചെയ്യും, ചില സസ്യങ്ങളുടെയും അതുപോലെ തന്നെ ജന്തുക്കളുടെയും ഒക്കെ വംശനാശത്തിന് തന്നെ കാരണമാകും. അതുപോലെ നാലാമത്തെ ഒരു കാരണമാണ് രോഗങ്ങളും പകർച്ചവ്യാധികളും അല്ലെ. അതിലെന്താ പറയണത്, എല്ലാ ജീവികൾക്കും എന്താണ് പരിസ്ഥിതിയുമായിട്ട് യോജിച്ചു പോകുന്നതിനുള്ള ഒരു കഴിവുണ്ട്. എന്നാൽ കാലാവസ്ഥയിൽ ഉണ്ടാകുന്ന മാറ്റം പുതിയ രോഗങ്ങൾ എന്ത് ചെയ്യും, അവർക്ക് സൃഷ്ടിക്കും അല്ലെ. അങ്ങനെ ജീവികളുടെ രോഗപ്രതിരോധ ശേഷി എന്ത് ചെയ്യും, നശിക്കും. അങ്ങനെ ജീവികളുടെ രോഗപ്രതിരോധ ശേഷി നശിപ്പിക്കുന്ന ഒരു അവസരത്തിൽ അവരെന്ത് ചെയ്യും, അവർ ഈ ഒരു ലോകത്ത് നിന്ന് വംശനാശം സംഭവിക്കുകയാണ് ചെയ്യുക. അപ്പോൾ രോഗങ്ങളും പകർച്ചവ്യാധികളും എന്താണ്, ഒരു നാച്ചുറൽ കോസസ് ആണ് എക്സ്റ്റിങ്ഷനുള്ളത്. അതുപോലെ തന്നെ അടുത്ത നാലാമത്തെ ഒരു കാരണമാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞത്. അപ്പോൾ 4 കാരണങ്ങളാണുള്ളത്. അപ്പോൾ നാച്ചുറൽ കോസസ് ഓഫ് എക്സ്റ്റിങ്ഷനിൽ ഈ ഒരു പോയിന്റുകൾ പഠിച്ചു വെക്കുക. ഒന്നാമത് തന്നെ പറയുന്നത് കാലാവസ്ഥാ വ്യതിയാനം, രണ്ടാമത്തത് ഉൽക്കകളുടെ പതനം, മൂന്നാമത്തത് അമ്ലമഴ അല്ലെങ്കിൽ ആസിഡ് മഴ, നാലാമത്തത് രോഗങ്ങളും പകർച്ചവ്യാധികളും എന്ന് മനസ്സിലാക്കി വെക്കുക. ഇനി എക്സ്റ്റിങ്ഷനുമായിട്ട് ബന്ധപ്പെട്ട അടുത്തൊരു ചോദ്യം വരാൻ സാധ്യത ഉള്ളതാണ് മാൻമെയ്ഡ് കോസസ് ഓഫ് എക്സ്റ്റിങ്ഷൻ അല്ലേ. പ്രകൃതിദത്തമായ കാരണങ്ങൾ മാത്രമല്ലാതെ മനുഷ്യന്മാരുടെ നിർമ്മിതമായിട്ടുള്ള കുറച്ച് കാരണങ്ങളുണ്ട് എന്തിന്, ഈ ഒരു വംശനാശത്തിന്. എന്തൊക്കെയാണ് മനുഷ്യന്മാർ ചെയ്യുന്ന പ്രവർത്തികൾ എന്ന് നമുക്ക് നോക്കാം. ഒന്നാമതായിട്ട് ആവാസ വ്യവസ്ഥയിലെ അസ്വസ്ഥത അല്ലെ. ആവാസ വ്യവസ്ഥയിലുള്ള അസ്വസ്ഥത, അതിൽ പറയുന്നത് എന്താണ്, നമ്മുടെ വനപ്രദേശങ്ങളിൽ എന്താണ് ധാരാളം ജീവികൾ താമസിക്കുന്നുണ്ട് അല്ലെ. ധാരാളം ജീവികളുടെ ആവാസ വ്യവസ്ഥയാണ് വനങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഈ വനനശീകരണം നടത്തിയാൽ, അതായത് വനങ്ങൾ അവിടെ വെട്ടിമുറിപ്പിക്കുകയാണെങ്കിൽ അവിടുത്തെ ജീവികൾക്ക് എന്ത് ചെയ്യും, അവരുടെ ആവാസ വ്യവസ്ഥ തന്നെ നഷ്ടപ്പെടും. അതുപോലെ എന്താവും, അവർ വംശനാശത്തിന്റെ ഭീഷണി നേരിടും. അപ്പോൾ ഒന്നാമത്തെ ഒരു കാരണമാണ് ആവാസ വ്യവസ്ഥയിലെ അസ്വസ്ഥത എന്ന് പറയുന്നത്. രണ്ടാമത്തേതാണ് അമിതമായിട്ടുള്ള ചൂഷണം അല്ലെ. അമിതമായിട്ടുള്ള ചൂഷണത്തിൽ എന്താ പറയുന്നത്, പ്രകൃതി വിഭവങ്ങൾ ചൂഷണം ചെയ്യുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ ജീവികളെയും എന്ത് ചെയ്യുന്നുണ്ട്, പല മനുഷ്യരും ചൂഷണം ചെയ്യുന്നുണ്ട്. ഇതും അവരെന്താണ് കൂടുതലായിട്ട് നേരിടുന്ന ഒരു വംശനാശ ഭീഷണി നേരിടാനുള്ള ഒരു കാരണമാണ് അല്ലേ. അതായത് കരയിലെ മാത്രമല്ല കടലിലെയും ജീവിജാലങ്ങൾ കടുത്ത രീതിയിലുള്ള വംശനാശ ഭീഷണി നേരിടുന്നത്. അപ്പോൾ അമിതമായിട്ടുള്ള ചൂഷണം എന്താണ്, മനുഷ്യനിർമ്മിതമായിട്ടുള്ള കാരണത്തിന്റെ ഒരു കാരണമാണ്. മൂന്നാമതായിട്ട് പറയുന്നത് അമിതമായിട്ടുള്ള വേട്ട അല്ലെ. അതായത് കടുവയുടെ രോമങ്ങൾ, അതുപോലെ ആനക്കൊമ്പ്, പ്രാവിന്റെ ചിറകുകൾ, മൃഗങ്ങളുടെ മറ്റ് അവയവങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് മനുഷ്യരെന്ത് ചെയ്യുക, വന്യമൃഗങ്ങളെ വേട്ടയാടുന്ന ഒരു പ്രവണത കാണാറുണ്ട് അല്ലേ. അങ്ങനെ തുടരുകയാണെങ്കിൽ എന്ത് ചെയ്യും, അത്തരം ജീവികൾ വംശനാശം സംഭവിക്കുകയാണ് ചെയ്യുക. അപ്പോൾ മനുഷ്യന്മാരുടെ നിർമ്മിതമായിട്ടുള്ള ഒരു കാരണം കൂടിയാണ് അമിതമായിട്ടുള്ള വേട്ടയാടൽ എന്നുള്ളത്. പിന്നെ നാലാമത്തെ ഒരു കാരണമാണ് പറയുന്നത് മലിനീകരണം അല്ലെ. മലിനീകരണം എന്ന് പറഞ്ഞാൽ മണ്ണ്, അതുപോലെ തന്നെ വായു, ജലം എന്നിവ രാസവസ്തുക്കൾ കൊണ്ട് മലിനപ്പെടുത്തുമ്പോൾ മൃഗങ്ങളുടെ രാസവിനിമയത്തെ എന്ത് ചെയ്യും, അത് തടസ്സപ്പെടും അല്ലെ. അങ്ങനെ അവരെന്ത് ചെയ്യും, വംശനാശം സംഭവിക്കും. അതായത് സസ്യങ്ങളുടെ വംശനാശത്തിനും എന്ത് ചെയ്യും, കൂടുതൽ കീടനാശിനികളും ഒക്കെ ഉപയോഗം സസ്യങ്ങളുടെ വംശനാശത്തിനും അതുപോലെ തന്നെ ജന്തുക്കളുടെ സസ്യനാശത്തിനും എന്ത് ചെയ്യും, അത് കാരണമാകുന്നതാണ് പറയുന്നത് മലിനീകരണം. അപ്പോൾ എന്തൊക്കെയാണ് മാൻമെയ്ഡ് ആയിട്ടുള്ള കാരണങ്ങൾ എന്ന് ഓരോ പോയിന്റുകൾ ഒന്നുകൂടെ പറയാം. ഒന്നാമത് പറയുന്നത് ആവാസ വ്യവസ്ഥയിലെ അസ്വസ്ഥത, രണ്ടാമത്തത് അമിതമായിട്ടുള്ള ചൂഷണം, മൂന്നാമത്തത് അമിതമായിട്ടുള്ള വേട്ടയാടൽ, അതുപോലെ തന്നെ നാലാമത് പറയുന്നത് മലിനീകരണം. അടുത്ത ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് കോൺസിക്വൻസസ് ഓഫ് സ്പീഷീസ് എക്സ്റ്റിങ്ഷൻ. എന്തൊക്കെയാണ് അതിൽ പറയുന്നത്, അതായത് ജീവിവർഗങ്ങളുടെ വംശനാശം എന്താണ്, ഈ ഭൂമിയിലെ മനുഷ്യനടക്കമുള്ള മറ്റു ജീവികളുടെ നിലനിൽപ്പിന് തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, ഭീഷണിയാകുന്നുണ്ട് അല്ലേ. അപ്പോൾ അങ്ങനത്തെ ഒരു കോൺസിക്വൻസ് എന്ത് ചെയ്യുന്നുണ്ട്, ഈ ജീവിവർഗങ്ങളുടെ വംശനാശം മൂലം സംഭവിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഏതെങ്കിലും ജീവജാലങ്ങളുടെ വംശനാശം എന്താണ്, ആവാസ വ്യവസ്ഥയൊക്കെ പ്രതികൂലമായിട്ട് ബാധിക്കും. അതുപോലെ മൂന്നാമതായിട്ട് പറയുന്നത് എന്താണ്, മറ്റു ജീവിവർഗങ്ങൾ കൂടുതൽ എന്ത് ചെയ്യും, ദുർബലമാകുന്ന
അവസ്ഥയിലേക്ക് മാറും. അതുപോലെ തന്നെ നാലാമത് പറയുന്നത് ജൈവ വൈവിധ്യത്തിൽ തന്നെ എന്ത് ചെയ്യും, കുറവ് സംഭവിക്കും. അതുപോലെ അഞ്ചാമതായിട്ട് പറയുന്നതാണ് ഒരു ഭക്ഷ്യ ശൃംഖലയിലെ ഏതെങ്കിലും ഒരു ജീവിയുടെ വംശനാശം എന്താണ്, അതിൽ ഉൾപ്പെടുന്ന മറ്റെല്ലാ ജീവികളുടെയും നിലനിൽപ്പിനെ തന്നെ അത് ബാധിക്കും. അതായത് നമ്മുടെ എന്താ പറയാ ഭക്ഷ്യ ശൃംഖല എന്ന് പറയുന്ന പുല്ല്, പുൽച്ചാടി, തവള, പാമ്പ് എന്ന് പറഞ്ഞു പോകുന്ന ആ ഒരു ഭക്ഷ്യ ശൃംഖലയിൽ ഏതെങ്കിലും ഒന്നിന്റെ വംശനാശം എന്താണ് മറ്റുള്ള ജീവികളുടെ നിലനിൽപ്പിനെയോ അത് ബാധിക്കൂലേ. ഒന്നില്ലാതായാലും മറ്റുള്ളവർക്ക് എന്താണ് ഭക്ഷണം കഴിക്കാൻ കഴിയില്ല. അപ്പൊ അതിന്റെ കോൺസിക്വൻസസ് ആണ് ഈ ഒരു സ്പീഷീസ് എക്സ്റ്റിങ്ഷന്റെ. ഒന്നാമത് പറയുന്നത് ജീവിവർഗങ്ങളുടെ വംശനാശം ഈ ഭൂമിയിൽ മനുഷ്യനടക്കമുള്ള മറ്റു ജീവിവർഗങ്ങളുടെ നിലനിൽപ്പിന് തന്നെ അത് ഭീഷണിയാകും. അതുപോലെ രണ്ടാമത് പറയുന്നത് ഏതെങ്കിലും ജീവിവർഗങ്ങളുടെ വംശനാശം എന്താണ് ആവാസ വ്യവസ്ഥയെ തന്നെ പ്രതികൂലമായിട്ട് ബാധിച്ചേക്കാം. അതുപോലെ മൂന്നാമതായിട്ട് പറയുന്നത് മറ്റു ജീവിവർഗങ്ങൾ കൂടുതൽ എന്താവും, ദുർബലമായിട്ടുള്ള അവസ്ഥയിലേക്ക് മാറും. അതുപോലെ നാലാമതായിട്ട് പറയുന്നത് ജൈവ വൈവിധ്യത്തിൽ എന്താണ് കുറവ് സംഭവിക്കും. അതുപോലെ പിന്നെ പറയുന്നത് എന്താണ് ഒരു ഭക്ഷ്യ ശൃംഖലയിലെ ഏതെങ്കിലും ഒരു ജീവിയുടെ വംശനാശം അതിൽ ഉൾപ്പെടുന്ന മറ്റെല്ലാ ജീവികളുടെയും നിലനിൽപ്പിനെ തന്നെ ബാധിക്കും. ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മുടെ പുല്ല്, പുൽച്ചാടി, തവള, പാമ്പ് അല്ലെ, അതിൽ പുല്ലില്ലാതായി കഴിഞ്ഞാൽ അല്ലെങ്കിൽ പുൽച്ചാടി ഇല്ലാതായി കഴിഞ്ഞാൽ തവളക്ക് എന്തുണ്ടാവില്ല, അതിനെങ്ങനെ തിന്നാനല്ലേ, അല്ലെങ്കിൽ തവള ഇല്ലാതായി കഴിഞ്ഞാൽ പാമ്പിന് എല്ലാതിനും എന്താണ് ഓരോ ഭക്ഷ്യ ശൃംഖലയിലും ഏതെങ്കിലും ഒന്നില്ലാതായി കഴിഞ്ഞാൽ അല്ലെങ്കിൽ വംശനാശം സംഭവിച്ചു കഴിഞ്ഞാൽ അതിലുള്ള ബാക്കിയുള്ള ജീവജാലങ്ങളുടെയും നിലനിൽപ്പിനെ തന്നെ അത് ബാധിക്കും എന്നുള്ളതാണ് കോൺസിക്വൻസസ് ഓഫ് സ്പീഷീസ് എക്സ്റ്റിങ്ഷനിൽ പറയാനുള്ളത്. മൂന്നാമത്തെ ഒരു ക്വസ്റ്റ്യൻ ആണ് ഇമ്പാക്റ്റ് ഓഫ് ഡെവലപ്മെന്റൽ പ്രോജക്റ്റ് അല്ലെ. എന്താ ഇതിൽ പറയണത്, അതായത് രാജ്യത്തിന്റെ വികസനം എന്താണ് അനിവാര്യമാണ് അല്ലെ. രാജ്യത്തുള്ള വികസനം എന്ന് പറയുന്നത് അനിവാര്യമായിട്ടുള്ളൊരു ഘടകമാണ്. പക്ഷെ വികസനത്തിന് എന്താണ് ധാരാളം പാരിസ്ഥിതിക ചെലവുകൾ വരും അല്ലെ. അങ്ങനെ വികസനത്തിന്റെ ഭാഗമായിട്ട് വരുന്ന അണക്കെട്ടുകൾ, അതുപോലെ തന്നെ റെയിൽവേ, റോഡുകൾ, സ്പെഷ്യൽ ഇക്കണോമിക് സോണുകൾ, ഇതൊക്കെ എന്താണ് പാരിസ്ഥിതിക പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്ന കാര്യങ്ങളാണ്. അതുപോലെ തന്നെ അനിയന്ത്രിതമായിട്ടുള്ള ജനസംഖ്യ വളർച്ച, വായു, അതുപോലെ തന്നെ മണ്ണ്, ജലം എന്നിവയുടെ മലിനീകരണത്തിലേക്ക് എന്താവും കാരണമാകും. അതുപോലെ 1960-കൾ മുതലാണ് സസ്യങ്ങളും മൃഗങ്ങളും മനുഷ്യനും കാര്യമായിട്ടുള്ള രീതിയിലുള്ള നാശം സംഭവിച്ചിട്ടുള്ളത്. അതുപോലെ വികസനം കൊണ്ടുണ്ടാവുന്ന നേട്ടങ്ങളും കോട്ടങ്ങളുമാണ് നമ്മൾ ഇവിടെ നോക്കുന്നത് അല്ലെ. വികസനം മൂലം എന്തൊക്കെ നേട്ടങ്ങളാണ്, അതുപോലെ തന്നെ എന്തൊക്കെ കോട്ടങ്ങളാണ് എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. അതിൽ ഒന്നാമത് പറയുന്നത് തന്നെ ഡാം ആൻഡ് എൻവിയോൺമെന്റ് അല്ലെ. ഡാം ആൻഡ് എൻവിയോൺമെന്റ് അതായത് ജലസ്രോതസ്സുകളുടെ കാര്യക്ഷമമായിട്ടുള്ള ഉപയോഗത്തിൽ അണക്കെട്ടുകൾക്ക് എന്താണ് പ്രധാന പങ്കുണ്ട് അല്ലെ. ജലസ്രോതസ്സുകളുടെ കാര്യക്ഷമമായിട്ടുള്ള ഉപയോഗത്തിൽ അണക്കെട്ടുകൾക്ക് എന്തുണ്ട് പ്രധാനമായിട്ടുള്ള പങ്കുണ്ട്. അതുപോലെ വെള്ളപ്പൊക്കം തടയുന്നതിനും ഗാർഹിക വ്യവസായ കാർഷിക ആവശ്യങ്ങൾക്കൊക്കെ എന്താണ് ജലം ലഭ്യമാക്കുന്നതിനും അതുപോലെ ഊർജ്ജോൽപാദനത്തിനും വരെ എന്തുണ്ട് അണക്കെട്ടുകൾ ആവശ്യമായിട്ടുള്ള കാര്യമാണ്. എങ്കിലും എന്താണ് അണക്കെട്ടുകൾ വിവിധ തരത്തിലുള്ള പാരിസ്ഥിതിക പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കുന്ന കാര്യമാണ് അല്ലെ. അതുപോലെ പല വികസിത രാജ്യങ്ങളിലും എന്താണ് ദരിദ്ര പ്രദേശങ്ങളുടെ വികസനത്തിൽ ഡാമുകൾ നിർണായക പങ്ക് വഹിക്കുന്നുണ്ട് അല്ലെ. എന്നാൽ ഡാം നിർമ്മാണത്തിൽ ധാരാളം എന്തുണ്ട് ദൂഷ ഫലങ്ങളുണ്ട്. അപ്പൊ എന്തൊക്കെയാണ് അതിന്റെ ബെനിഫിറ്റ് അല്ലെങ്കിൽ പോസിറ്റീവായിട്ടുള്ള എഫക്റ്റുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഡാമുകളുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട്. ഒന്നാമതായിട്ട് പറയുന്നത് തന്നെ കൃഷിക്ക് ആവശ്യമായിട്ടുള്ള ജലസേചനം ഉറപ്പുവരുത്താൻ അണക്കെട്ടുകൾ എന്ത് ചെയ്യുന്നുണ്ട് ഏറെ സഹായിക്കുന്നുണ്ട് അല്ലെ. അതുപോലെ തന്നെ ഗാർഹിക വ്യവസായ ആവശ്യങ്ങൾക്കും എന്താണ് ജലം ആവശ്യമായിട്ടുള്ള കാര്യമാണ് അല്ലെ. അതുപോലെ തന്നെ വെള്ളപ്പൊക്കം നിയന്ത്രിക്കാൻ അണക്കെട്ടുകൾ സഹായിക്കുന്നുണ്ട്. ജലസംഭരണികളും അണക്കെട്ടുകളും നദിയിലെ ജലനിരപ്പ് ഉയരാതെ നിയന്ത്രിക്കാനൊക്കെ എന്ത് ചെയ്യുന്നുണ്ട് അണക്കെട്ടുകൾ സഹായിക്കുന്നുണ്ട്. അതുപോലെ മൂന്നാമതായിട്ട് പറയുന്നതാണ് എന്ത് വിനോദം എന്ന് പറയുന്നത് അല്ലെ. നമ്മളുടെയൊക്കെ ഒരു വിനോദ കേന്ദ്രങ്ങളാണ് എന്ത് പറയുന്നത് പല വെള്ളം ഒലിക്കുന്ന സ്ഥലങ്ങൾ എന്ന് പറയുന്നതൊക്കെ അല്ലെ. അണക്കെട്ടുകളുടെ ആകർഷണത്തെ ടൂറിസത്തെ എന്ത് ചെയ്യുന്നുണ്ട് പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ബോട്ട് യാത്ര, നീന്തൽ, പക്ഷി നിരീക്ഷണം തുടങ്ങിയൊക്കെ എന്താണ് ടൂറിസത്തെ പ്രോത്സാഹിപ്പിക്കുന്ന മേഖലകളാണ്. അതുപോലെ പിന്നെ നാലാമതായിട്ട് പറയുന്നത് ഊർജത്തിന്റെ ലഭ്യത അല്ലെ. അതായത് അണക്കെട്ടുകൾ നിർമ്മിക്കുന്നതിലൂടെയാണ് ഊർജ്ജോൽപാദനം എന്ത് ചെയ്യണത് വർദ്ധിപ്പിക്കാൻ കഴിയുന്നത്. അതുപോലെ ചെലവ് കുറഞ്ഞിട്ടും സാങ്കേതികമായിട്ടും പുരോഗമിച്ചതുമായിട്ടുള്ള ഊർജ്ജോൽപാദന രീതിയാണ് എന്ത് ജലവൈദ്യുത നിലയങ്ങൾ എന്ന് പറയുന്നത്. ഉയർന്ന കാര്യക്ഷമതയോടെയും അതുപോലെ തന്നെ മലിനീകരണം കുറച്ചും എന്ത് ചെയ്യുക ഇതിലൂടെ നമുക്ക് വൈദ്യുതി ഉൽപാദനം നടത്താം. അപ്പൊ വൈദ്യുതിയുടെ ഉൽപാദനവും അണക്കെട്ട് നിർമ്മാണത്തിന്റെ ഒരു പ്രധാന പങ്ക് തന്നെയാണ്. പിന്നെ അഞ്ചാമതായിട്ട് പറയേണ്ടത് ഉൾനാടൻ ജലഗതാഗതം അല്ലെ. അതായത് എത്തിപ്പെടാൻ ബുദ്ധിമുട്ടുള്ള പ്രദേശങ്ങളിലൊക്കെ എന്താണ് ജലഗതാഗതം ഉറപ്പുവരുത്താൻ ഈ അണക്കെട്ടുകൾക്ക് കഴിയും. ഈ അണക്കെട്ടുകൾ കൊണ്ടുള്ള മറ്റൊരു പ്രധാനമായിട്ടുള്ള പങ്ക് എന്ന് പറയുന്നത് അതാണ് അല്ലെ. എത്തിപ്പെടാൻ ബുദ്ധിമുട്ടുള്ള പ്രദേശങ്ങളിലൂടെയൊക്കെ ജലഗതാഗതം ഉറപ്പുവരുത്താനും കഴിയും. അപ്പൊ എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞത്, ഒന്നാമതായിട്ട് പറഞ്ഞത് തന്നെ എന്താ പറയാ
ഒന്നാമതായിട്ട് പറഞ്ഞത് തന്നെ എന്താണ്, കൃഷിക്ക് ആവശ്യമായിട്ടുള്ള ജലസേചനം ഉറപ്പുവരുത്താൻ അണക്കെട്ടുകൾ ഏറെ സഹായിക്കുന്നുണ്ട് അല്ലേ. അതുപോലെ തന്നെ വെള്ളപ്പൊക്കം നിയന്ത്രിക്കാൻ അണക്കെട്ടുകൾ സഹായിക്കുന്നുണ്ട്. അതുപോലെ വിനോദം അല്ലെ, വിനോദം ഒരു പ്രധാന ഇതാണ്. അതുപോലെ പിന്നെ പറയുന്നത് എന്താണ്, ഊർജത്തിന്റെ ലഭ്യത, അതുപോലെ തന്നെ ഉൾനാടൻ ജലഗതാഗതം, ഇതൊക്കെ അണക്കെട്ടുകളുടെ നിർമ്മാണം മൂലം ഉണ്ടാവുന്ന ബെനഫിറ്റുകളാണ് അല്ലെ. ഇനി അപ്പോൾ കുറെ ബെനഫിറ്റ് അല്ലെങ്കിൽ പോസിറ്റീവ്സ് മാത്രമല്ല, എന്തിനും എന്തുണ്ടാവും, ഒരു നെഗറ്റീവ്സും ഉണ്ടാവും. അപ്പൊ നമുക്ക് എന്തൊക്കെയാണ് ഇനി നെഗറ്റീവ്സ് എന്ന് നോക്കാം. അപ്പം നമ്മൾ ഇതുവരെയും പറഞ്ഞത് ബെനഫിറ്റ് അല്ലെങ്കിൽ പോസിറ്റീവ്സ് ആയിരുന്നു. അപ്പോൾ ഇനി എന്തൊക്കെ നെഗറ്റീവ്സ് ആണ് നോക്കാം അല്ലെ. നെഗറ്റീവ് എഫക്റ്റ് ഓഫ് ഡാം ഓൺ ദ എൻവിയോൺമെന്റ് എന്തൊക്കെയാണ് നോക്കാം. ഒന്നാമതായിട്ട് ഡാം നിർമ്മാണത്തിന്റെ ഫലമായിട്ട് എന്താണ്, ആ പ്രദേശത്തുള്ള കരഭാഗം ഫുൾ എന്താവും, വെള്ളത്തിലാവും അല്ലേ. അപ്പോൾ കരഭാഗം കുറഞ്ഞിട്ട് കൂടുതൽ വെള്ളമുള്ള ഏരിയ ആയിട്ട് മാറും. അതുപോലെ തന്നെ ഇതിന്റെ ഫലമായിട്ട് എന്താവും, ധാരാളം സസ്യങ്ങളും മൃഗങ്ങളും അവയുടെ ആവാസ വ്യവസ്ഥ എന്താവും, ജലത്തിന് അടിയിലായിട്ട് പോകും. ഇത് പല ജീവികളുടെയും വംശനാശത്തിന് എന്താവും, കാരണമാവും അല്ലേ. പലപ്പോഴും ഡാമുകൾ നിർമ്മിക്കുന്നത് എവിടെയായിരിക്കും, വനപ്രദേശങ്ങളിലായിരിക്കും. അപ്പോൾ ആ വനപ്രദേശങ്ങളിലുള്ള വനങ്ങളൊക്കെ നശിപ്പിച്ചിട്ടായിരിക്കും എന്ത് ചെയ്യുക, ഡാമുകൾ നിർമ്മിക്കുക. അപ്പോൾ ആ വനങ്ങളിൽ താമസിക്കുന്ന ജീവികളുടെ ആവാസ വ്യവസ്ഥ തന്നെ അത് കാരണമാകും. അപ്പോൾ ആവാസ വ്യവസ്ഥ നഷ്ടപ്പെടുമ്പോൾ അവരെന്ത് ചെയ്യും, ഈ ഭൂമിയിൽ നിന്ന് ഇല്ലാതാവുകയാണ് ചെയ്യുക. അതുപോലെ ഡാം നിർമ്മാണത്തിന്റെ ഫലമായിട്ട് ധാരാളം കൃഷി സ്ഥലങ്ങളും അതുപോലെ മനുഷ്യന്റെ എന്താ പറയുക അധിവാസ മേഖലകളും ഒക്കെ വെള്ളത്തിന് അടിയിലായിട്ട് പോകും അല്ലേ. അതുപോലെ തന്നെ ഇത് എന്താണ്, ഒരുപാട് മനുഷ്യർക്ക് അവരുടെ ഭൂമിയും വീടും ഒക്കെ അതുപോലെ ഉപജീവന മാർഗം ഒക്കെ നഷ്ടപ്പെടാൻ കാരണമാകുന്നുണ്ട് അല്ലേ. ഡാമുകൾ നിർമ്മിക്കുമ്പോൾ അവരുടെ കൃഷി സ്ഥലങ്ങളൊക്കെ ആയിരിക്കും വെട്ടിമുറിച്ച് അവിടെ ഡാം നിർമ്മിക്കുക. അപ്പോൾ അവരുടെ ഒരു ഉപജീവന മാർഗ്ഗമായിരിക്കും കൃഷി എന്ന് പറയുന്നത്, അതൊക്കെ നശിക്കാൻ കാരണമാകും. അതുപോലെ തന്നെ മത്സ്യങ്ങളടക്കമുള്ള ജലജീവികളുടെ ആവാസ വ്യവസ്ഥ എന്ത് ചെയ്യുന്നു, തകരുന്നുണ്ട് അല്ലേ. അപ്പോൾ ഈ ഡാമുകൾ നിർമ്മിക്കുമ്പോൾ മത്സ്യങ്ങളടക്കമുള്ള ജലവിഭവങ്ങളുടെ ആവാസ വ്യവസ്ഥ എന്ത് ചെയ്യാണ്, തകരുകയാണ്. അങ്ങനെ ജലജീവികളുടെ ദോഷകരമായിട്ടുള്ള ഈ ഒരു കാര്യത്തിന് എന്ത് ചെയ്യും, അത് ബാധിക്കും അല്ലേ. ദോഷമായിട്ട് തന്നെ അവരെ ബാധിക്കും. അവരുടെ ആവാസ വ്യവസ്ഥ അവർക്ക് നഷ്ടപ്പെടുകയാണ് ചെയ്യുക. അങ്ങനെ അവർ നശിക്കാൻ അത് കാരണമാകും. അതുപോലെ തന്നെ ഭൂമി കുലുക്കം പോലുള്ള പ്രകൃതിദത്ത ദുരന്തങ്ങൾക്കൊക്കെ പ്രധാന കാരണമാണ് ഈ ഒരു അണക്കെട്ടുകളുടെ നിർമ്മാണം എന്ന് പറയുന്നത് അല്ലേ. ഭൂമി കുലുക്കം പോലുള്ള പ്രകൃതിപരമായിട്ടുള്ള ദുരന്തങ്ങൾ ഉണ്ടാവാറുണ്ട്. ആ ദുരന്തങ്ങളൊക്കെ കാരണമാകാറുണ്ട് ഈ അണക്കെട്ടുകളുടെ നിർമ്മാണം എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയും കാരണങ്ങളൊക്കെയാണ് നെഗറ്റീവായിട്ട് പറയുന്നത് അല്ലേ. ഒന്നാമതായിട്ട് പറയുന്നത് തന്നെ എന്താ പറയുന്നത്, ഡാമുകൾ നിർമ്മിക്കുന്ന ആ ഒരു പ്രദേശത്തുള്ള കരഭാഗം എന്താവും, വെള്ളത്തിനടിയിലാവും അല്ലേ. അതായത് കരഭാഗം കൂടുതൽ പോയിട്ട് വെള്ളമുള്ള ഭാഗമായിട്ട് മാറും. അതുപോലെ അതിന്റെ ഫലമാവും എന്താണ്, അവിടെയുള്ള സസ്യങ്ങളും മൃഗങ്ങളും ഒക്കെ എന്താവും, വംശനാശ ഭീഷണി നേരിടും അല്ലേ. കാരണം അവരുടെ ആവാസ വ്യവസ്ഥയൊക്കെ നഷ്ടപ്പെടുകയാണ് ചെയ്യുക. അങ്ങനെ അവരുടെ ആവാസ വ്യവസ്ഥ നഷ്ടപ്പെടുമ്പോൾ അവർ ഈ ഭൂമിയിൽ തന്നെ എന്ത് ചെയ്യും, ഇല്ലാതാവുകയാണ് ചെയ്യുക. അതുപോലെ തന്നെ പിന്നെ പറയുന്നത് എന്താണ്, ധാരാളം ആളുകളുടെ കൃഷി സ്ഥലങ്ങളൊക്കെ നശിപ്പിച്ചിട്ടായിരിക്കും ഈ ഒരു അണക്കെട്ടുകൾ നിർമ്മിക്കുക. അപ്പൊ അവരുടെ ഉപജീവന മാർഗം തന്നെയാണ് നഷ്ടപ്പെടുക അല്ലേ. അപ്പോൾ മനുഷ്യന്മാരുടെ അധിവാസ മേഖലകളും എന്ത് ചെയ്യും, വെള്ളത്തിനടിയിലായിട്ട് പോകും. ഇതും അവരുടെ മനുഷ്യന്മാരുടെ ഒരു എന്താ പറയാ പിന്നെ ഉപജീവന മാർഗവും അവരുടെ ഭൂമിയും അവരുടെ എന്താ പറയാ ആവാസ വ്യവസ്ഥയൊക്കെ നഷ്ടപ്പെടാൻ കാരണമാകുന്നുണ്ട്. അതുപോലെ തന്നെ മത്സ്യങ്ങളടക്കമുള്ള ജലജീവികളുടെ ആവാസ വ്യവസ്ഥ തന്നെ തകരാൻ ഈ ഒരു ഡാമുകളുടെ നിർമ്മാണം മൂലം സംഭവിക്കുന്നുണ്ട്. അതുപോലെ ജലജീവികളുടെ എന്താ പറയുക ദേശാന്തര ആഗമനത്തിൽ അണക്കെട്ടുകൾ എന്താണ്, തടസ്സം സൃഷ്ടിക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഭൂമി കുലുക്കം പോലുള്ള പ്രകൃതി ദുരന്തങ്ങളുടെ പ്രധാന കാരണമായിട്ട് ഈ ഒരു അണക്കെട്ടുകളുടെ നിർമ്മാണം എന്ന് പറയുന്നത് കാരണമാകുന്നുണ്ട്. അപ്പൊ ഇതൊക്കെയാണ് നെഗറ്റീവ് എഫക്റ്റുകൾ. അടുത്ത നാലാമത്തെ ഒരു ക്വസ്റ്റ്യൻ ആണ് ട്രാൻസ്പോർട്ടേഷൻ ഡെവലപ്മെന്റ് ആൻഡ് എൻവിയോൺമെന്റ് അല്ലേ. അതിലെന്താ പറയണത്, ഗതാഗത രീതികളിൽ വന്നിട്ടുള്ള മാറ്റമൊക്കെ എന്താണ്, പരിസ്ഥിതിയിൽ വലിയ മാറ്റങ്ങൾ തന്നെയാണ് കൊണ്ടുവന്നിട്ടുള്ളത് അല്ലേ. അതായത് അന്തരീക്ഷ മലിനീകരണം, ശബ്ദ മലിനീകരണം, വായു മലിനീകരണം, ഇങ്ങനത്തെയൊക്കെ ഉള്ളത് എന്താണ്, ഗതാഗതം പരിസ്ഥിതിയിൽ കൊണ്ടുവന്നിട്ടുള്ള പ്രതികൂല ഘടകങ്ങൾക്ക് ഉദാഹരണമായിട്ട് പറയാൻ കഴിയുന്നതാണ് അല്ലേ. ഏതൊക്കെയാണ്, അന്തരീക്ഷ മലിനീകരണം, ശബ്ദ മലിനീകരണം, വായു മലിനീകരണം. അതുപോലെ ഗതാഗത സൗകര്യങ്ങൾക്ക് എന്താണ്, തുടർച്ച ആവശ്യമുണ്ട് അല്ലേ. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യും, അത് ആവാസ വ്യവസ്ഥകൾ തന്നെ എന്ത് ചെയ്യും, വിച്ഛേദിക്കാനുള്ള കാരണമാവും. അതുപോലെ വിമാനത്താവളങ്ങൾ പോലുള്ള സ്വാഭാവിക ആവാസ വ്യവസ്ഥകൾക്കൊക്കെ തടസ്സം സൃഷ്ടിക്കുന്നതിന് ഉദാഹരണമായിട്ട് പറയാൻ പറ്റൂലേ. വിമാനത്താവളങ്ങൾ പോലുള്ള സ്വാഭാവിക ആവാസ വ്യവസ്ഥകൾക്ക് തടസ്സം സൃഷ്ടിക്കുന്നതിന് ഉദാഹരണമായിട്ട് പറയാൻ കഴിയും. അതുപോലെ വാഹനങ്ങളിൽ നിന്നുള്ള പുറന്തള്ളപ്പെടുന്ന രാസവസ്തുക്കളുടെ പുകയും പരിസ്ഥിതി എന്ത് ചെയ്യുന്നുണ്ട്, മലിനമാക്കുന്നുണ്ട് അല്ലേ. വാഹനങ്ങളിൽ നിന്ന് ഒരു ദിവസം എത്ര മാത്രം പുക പുറത്തു തള്ളുന്നുണ്ട്, അതൊക്കെ എന്താണ്, പരിസ്ഥിതിയെ മലിനമാക്കുന്നുണ്ട്. അതുപോലെ തന്നെ നദികളിലൂടെയും സമുദ്രങ്ങളിലൂടെയുമുള്ള ജലഗതാഗത മാർഗങ്ങളുടെ വർധനവ് എന്താണ്, ജലത്തിന്റെ ഗുണനിലവാരം കുറക്കുന്നുണ്ട് അല്ലെ. നദികളിലൂടെയും സമുദ്രങ്ങളിലൂടെയുള്ള ജലഗതാഗത മാർഗം എന്ന് പറയുന്നത് എന്താണ്, അത് കൂടുതലായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അതിന്റെ ഗുണനിലവാരം, ജലത്തിന്റെ ഗുണനിലവാരമാണ് അവിടെ കുറക്കുന്നത്. അതുപോലെ തന്നെ ധാരാളം കെമിക്കലുകൾ എന്ത് ചെയ്യും, ജലത്തിൽ അടിയുന്നതിന് കാരണമാവും അല്ലെ. ഈ ഒരു ജലത്തിലൂടെയുള്ള യാത്ര എന്ന് പറയുന്നത് മൂലം ധാരാളം കെമിക്കലുകൾ ജലത്തിൽ അടിയുന്നതിന് കാരണമാകുന്നുണ്ട്. അതുപോലെ തന്നെ ഗതാഗതവുമായിട്ട് ബന്ധപ്പെട്ട അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുകയോ അല്ലെങ്കിൽ എന്താ പറയുക പുതുക്കുകയോ
വിൽക്കുകയൊക്കെ ചെയ്യുമ്പോൾ വലിയ അളവിലാണ് എന്ത് ചെയ്യുന്നത് മാലിന്യങ്ങൾ നഷ്ടപ്പെടുന്നത് അല്ലെ, മാലിന്യങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നത്. കാരണം പുതിയതായിട്ട് ഇതാക്കുമ്പോൾ പഴയതിനെയൊക്കെ എന്ത് ചെയ്യും, ഒഴിവാക്കും. അതൊക്കെ എന്താണ് ഈ ഒരു പരിസ്ഥിതിയെ മലിനമാക്കുന്ന കാര്യങ്ങളാണ്. അതുപോലെ തന്നെ രോഗാണുക്കൾ വളരെ എന്താ പറയാ വേഗത്തിൽ തന്നെ രാജ്യത്ത് നിന്ന് മറ്റൊരു രാജ്യത്തേക്ക് അല്ലെ, രോഗങ്ങൾ ഒരു രാജ്യത്ത് നിന്ന് മറ്റൊരു രാജ്യത്തിലേക്ക് വ്യാപിക്കുന്നതിനും ഈ ഒരു വ്യോമഗതാഗതം എന്ന് പറയുന്നത് വളരെ വലിയ പങ്കാണ് വഹിക്കുന്നത്. അതുപോലെ പാരിസ്ഥിതിക മലിനീകരണം എല്ലാത്തരം വികസനങ്ങളുടെയും ഭാഗമായിട്ടാണ് റോഡ്, റെയിൽവേ പോലുള്ള തുടർച്ചയായിട്ടുള്ള വികസന പദ്ധതികൾ ജീവികളുടെ ആവാസ വ്യവസ്ഥകൾ തന്നെ നഷ്ടപ്പെടുത്തുന്നതിന് കാരണമായിട്ട് തീരുന്നത് അല്ലെ. അതേപോലെ തന്നെ വിമാനയാത്രക്കാർ വഴി അണുബാധ പടരാനുള്ള സാധ്യത എന്താണ്, ലോകമെമ്പാടുമുള്ള സന്ദർശകരുടെ താപനില അളക്കാൻ തെർമൽ സെൻസറുകളൊക്കെ ഉപയോഗിക്കാൻ പ്രേരിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഗതാഗത രംഗത്ത് മാറ്റങ്ങൾ മനുഷ്യജീവിതം സുഗമമാക്കാൻ സഹായിക്കുന്നുണ്ടെങ്കിലും അതിനെന്താണ് പാരിസ്ഥിതികമായിട്ടുള്ള പ്രശ്നങ്ങളും കൂടുതലാണ്. അപ്പൊ ഇത്രയാണ് ട്രാൻസ്പോർട്ടേഷൻ ഡെവലപ്മെന്റ് ആൻഡ് എൻവയോൺമെന്റ് എന്ന് പറയുന്ന ഭാഗത്ത് പറയാനുള്ളത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്തൊരു ഭാഗമാണ് സ്പെഷ്യൽ എക്കണോമിക് സോൺ ആൻഡ് എൻവയോൺമെന്റ് അല്ലെ. സ്പെഷ്യൽ എക്കണോമിക് സോൺ എന്ന് പറഞ്ഞിട്ട് 2 മാർക്കിന് വരാം, അതല്ലെങ്കിലോ എന്ത് ചെയ്യുക, അത് 10 മാർക്കിനോ അല്ലെങ്കിൽ 5 മാർക്കിനോ ഒക്കെ ആയിട്ട് ചോദിക്കുക. അതിന്റെ ഇമ്പാക്റ്റ് ഒക്കെ എല്ലാം കൂടെ ഉൾപ്പെടുത്തിങ്ങാണ്ട്. അപ്പൊ എന്താണ് ഇതിൽ പറയണത് നോക്കാം നമുക്ക്. അതായത് ഒരു രാജ്യത്തിന്റെ പിന്നെ മറ്റു ഭാഗങ്ങളിൽ നിന്നുള്ള വ്യത്യസ്തമായിട്ടുള്ള സാമ്പത്തിക നിയമങ്ങളിലും നിയന്ത്രണങ്ങളിലും അയവുള്ള പ്രദേശങ്ങളെ വിളിക്കുന്ന പേരാണ് സ്പെഷ്യൽ എക്കണോമിക് സോൺ, അല്ലെങ്കിൽ ചുരുക്കമായിട്ട് സെസ് എന്ന് അറിയപ്പെടുന്നത് അല്ലെ. എന്താണ്, ഒരു രാജ്യത്തിന്റെ മറ്റു ഭാഗങ്ങളിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള സാമ്പത്തിക നിയമങ്ങളിലും നിയന്ത്രണങ്ങളിലും അയവുള്ള പ്രദേശങ്ങളെ വിളിക്കുന്ന പേരാണ് സ്പെഷ്യൽ എക്കണോമിക് സോൺ അല്ലെ. വിദേശ നിക്ഷേപം വർദ്ധിപ്പിക്കലാണ് എന്ത് സെസ്സുകളുടെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് അല്ലെ. വിദേശ നിക്ഷേപം വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് ഈ സെസ്സുകളുടെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് അല്ലെ. അതായത് ഏതൊരു രാജ്യത്തിന്റെയും ലക്ഷ്യം അതിന്റെ എന്താണ്, വികസനമാണ് അല്ലെ. ഓരോ രാജ്യത്തിനും എന്താണ്, അതിന്റെ ഓരോ രാജ്യം വികസിക്കണം എന്നുള്ള ലക്ഷ്യമാണ് ഉള്ളത്. എങ്കിലേ ജനങ്ങളുടെ ജീവിത സാഹചര്യങ്ങളൊക്കെ എന്ത് ചെയ്യുള്ളൂ, മെച്ചപ്പെടുത്താൻ കഴിയുള്ളൂ അല്ലെ. അതുകൊണ്ട് കൂടുതൽ ഭൗതിക സൗകര്യങ്ങളും സേവനങ്ങളും എന്താണ് നമ്മുടെ രാജ്യത്തൊക്കെ നൽകേണ്ടതുണ്ട്. അതുപോലെ പ്രകൃതി വിഭവങ്ങളും മനുഷ്യ വിഭവങ്ങളും സൃഷ്ടിക്കുകയും സ്വരൂപിക്കുകയും എന്ത് ചെയ്യുക, അവ മികച്ച രീതിയിൽ ഉപയോഗിക്കുകയും ചെയ്താലുള്ളൂ എന്ത് ചെയ്യാൻ പറ്റുക, പുരോഗതി കൈവരിക്കാൻ പറ്റുക അല്ലെ. പ്രകൃതി വിഭവങ്ങളും മനുഷ്യ വിഭവങ്ങളും സൃഷ്ടിക്കുകയും ചെയ്യുക, അതുപോലെ തന്നെ സ്വരൂപിക്കുകയും ചെയ്യുക. അവ എന്ത് ചെയ്യുക, നല്ല രീതിയിൽ അല്ലെങ്കിൽ മികച്ച രീതിയിൽ എന്ത് ചെയ്യുക, ഉപയോഗിക്കുകയും ചെയ്യുമ്പോൾ മാത്രമുള്ളൂ എന്ത് ചെയ്യാൻ പറ്റുക, പുരോഗതി കൈവരിക്കാൻ കഴിയുള്ളൂ. അതുപോലെ തന്നെ ഈ ഒരു പ്രത്യേക സാമ്പത്തിക മേഖല അല്ലെങ്കിൽ സ്പെഷ്യൽ എക്കണോമിക് സോൺ എന്ന് പറയുന്നത് രാജ്യത്തിന്റെ മറുഭാഗങ്ങളെ അപേക്ഷിച്ച് എന്തായിരിക്കും, കൂടുതൽ അയവുള്ള സാമ്പത്തിക നിയമങ്ങളുള്ള ഒരു പ്രദേശമായിരിക്കും അല്ലെ. അപ്പൊ കൂടുതൽ അയവുള്ള ഒരു സാമ്പത്തിക നിയമങ്ങളുള്ള ഒരു പ്രദേശമായിരിക്കും ഈ സെസ് എന്ന് പറയുന്നത്. അതുപോലെ വിദേശ നിക്ഷേപം വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് ഇതിന്റെ പ്രധാന ലക്ഷ്യം എന്ന് നമ്മൾ പറഞ്ഞുവല്ലോ. അതുപോലെ വ്യാവസായികവൽക്കരണവും തൊഴിൽ അവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനും എന്താണ്, പ്രാദേശിക വികസനത്തിനും ഒക്കെ ഈ ഒരു എന്താ പറയുക സാമൂഹ്യ മാറ്റത്തിനുമുള്ള ഒരു നയരൂപീകരണമായിട്ട് സെസ്സിനെ കണക്കാക്കുന്നുണ്ട് അല്ലെ. അപ്പോൾ സെസ് എന്താണ്, വിദേശ നിക്ഷേപം വർദ്ധിപ്പിക്കുക എന്നുള്ളത് അതിന്റെ പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യം അതാണ്. പക്ഷേ അതിന്റെ കൂടെ തന്നെ വ്യാവസായികവൽക്കരണവും തൊഴിൽ അവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനും അതുപോലെ തന്നെ പ്രാദേശിക വികസനത്തിനും സാമൂഹിക മാറ്റത്തിനുമുള്ള ഒരു നയരൂപീകരണം അല്ലെങ്കിൽ നയ ഉപകരണമായിട്ട് സെസ് എന്ത് ചെയ്യുന്നുണ്ട്, സെസ്സിനെ കണക്കാക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഉൽപ്പന്നങ്ങളുടെ വേഗത്തിലുള്ളതും കാര്യക്ഷമമായിട്ടുള്ള കയറ്റുമതിയും ഇറക്കുമതിയും എന്താണ് പ്രോത്സാഹിപ്പിക്കുന്നതിലും ഈ ഒരു സെസ് എന്ന് പറയുന്നത് ഉറപ്പ് അല്ലെങ്കിൽ വികസനം കൊടുക്കുന്നുണ്ട് അല്ലെ. അതുപോലെ തന്നെ സെസ്സിന്റെ പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട് ഇത്തരം കാര്യങ്ങളിലൊക്കെ അല്ലെ. സെസ് എന്ന് പറയുന്നത് ഇറക്കുമതിയിലായാലും അതുപോലെ തന്നെ കയറ്റുമതിയിലായാലും ഒക്കെ പ്രോത്സാഹിപ്പിക്കുന്നതിലും സുസ്ഥിരമായിട്ടുള്ള സാമ്പത്തിക വികസനം നൽകുന്നതിനൊക്കെ ഈ ഒരു സെസ് എന്ന് പറയുന്നത് എന്താണ്, പ്രത്യേകമായിട്ടുള്ള പങ്ക് വഹിക്കുന്നുണ്ട്. അതുപോലെ തന്നെ കുറഞ്ഞ ചിലവിലുള്ള തൊഴിലാളികളും അതുപോലെ തന്നെ നല്ല തൊഴിൽ അന്തരീക്ഷവും ലഭിക്കുക എന്നുള്ളത് കൊണ്ട് തന്നെ നിക്ഷേപകർ എന്ത് ചെയ്യുന്നുണ്ട്, അത് ആകർഷിക്കുന്നുണ്ട് അല്ലെ. അതുപോലെ തന്നെ ഈ സെസ് ആക്ട് എന്ന് പറയുന്നത് 2005 സെസ് ആക്ട് പാസ്സാക്കിയിട്ടുള്ളത് അല്ലെ. ഇന്ത്യ ഗവൺമെന്റ് പാസ്സാക്കിയത് ഇത് 2005. പക്ഷെ ഇത് 2006 ഫെബ്രുവരി 10 ഈ ഒരു നിയമം നിലവിൽ വന്നിട്ടുള്ളത് അല്ലെ. 2006 ഫെബ്രുവരി 10 ഈ ഒരു നിയമം എന്ത് ചെയ്തിട്ടുള്ളത്, നിലവിൽ വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ കയറ്റുമതി വർദ്ധിപ്പിക്കാനും ഇന്ത്യയിലേക്കുള്ള വിദേശ നിക്ഷേപം വർദ്ധിപ്പിക്കാനുമാണ് ഈ സെസ് നിയമം എന്ത് ചെയ്തിട്ടുള്ളത്, രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് അല്ലെ. അപ്പോൾ കയറ്റുമതി വർദ്ധിപ്പിക്കാനും അതുപോലെ തന്നെ എന്ത് ചെയ്യുക,
പിന്നെ വിദേശ നിക്ഷേപം വർദ്ധിപ്പിക്കാനും ഒക്കെയാണ് സെസ് നിയമം എന്ന് പറയുന്നത് രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. അതുപോലെ ലോകോത്തര അടിസ്ഥാന സൗകര്യങ്ങൾ നിർമ്മിക്കുന്നതിന്, സൗകര്യ നിക്ഷേപം ആകർഷിക്കുന്നതിനൊക്കെ, അതുപോലെ പൊതു സൗകര്യ സംരംഭങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിനൊക്കെ സെസ് നിയമം എന്ത് ചെയ്യുന്നുണ്ട്, ലക്ഷ്യമിടുന്നുണ്ട്. അതുമൂലം സാമ്പത്തിക വളർച്ചയും അതുപോലെ തന്നെ കയറ്റുമതിയും തൊഴിലവസരങ്ങളും ഒക്കെ ഉത്തേജിപ്പിക്കുന്ന വാണിജ്യ വ്യവസായ മന്ത്രാലയമാണ് പ്രത്യേക സാമ്പത്തിക മേഖല അല്ലെങ്കിൽ സ്പെഷ്യൽ എക്കണോമിക് സോണുകളുടെ സ്ഥാപനം, എന്താ പറയുക, ഭരണനിർവഹണം എന്നിവയൊക്കെ നടത്തുന്നത് അല്ലെ. അപ്പോൾ എന്താ പറഞ്ഞത്, ഈ സെസ് എന്ന് പറയുന്ന നിയമം ഇന്ത്യ ഗവൺമെന്റ് പാസ്സാക്കിയത് 2005 ഇത് നിലവിൽ വന്നത് 2006 ഫെബ്രുവരി 10 അല്ലെ. കയറ്റുമതി വർദ്ധിപ്പിക്കാനും അതുപോലെ തന്നെ ഇന്ത്യയിലേക്കുള്ള വിദേശ നിക്ഷേപം വർദ്ധിപ്പിക്കാനും ഒക്കെയാണ് സെസ് നിയമം എന്ത് ചെയ്തിട്ടുള്ളത്, രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ പിന്നെ പറയുന്നത് എന്താണ്, ലോകോത്തര അടിസ്ഥാന സൗകര്യങ്ങൾ നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ട് സൗകര്യ നിക്ഷേപം ആകർഷിക്കുന്നതിനും പൊതു സൗകര്യ സംരംഭങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിനൊക്കെ ഈ ഒരു സെസ് നിയമം എന്ത് ചെയ്യുന്നുണ്ട്, ലക്ഷ്യമിടുന്നുണ്ട് അല്ലെ. അതുവഴി എന്ത് ചെയ്യുക, സാമ്പത്തിക വളർച്ചയും കയറ്റുമതിയും തൊഴിലവസരങ്ങളും ഒക്കെ ഉത്തേജിപ്പിക്കുന്ന വാണിജ്യ വ്യവസായ മന്ത്രാലയമാണ് ഈ ഒരു സ്പെഷ്യൽ എക്കണോമിക് എന്താ പറയുക സോണുകളുടെ സ്ഥാപനം, ഭരണനിർവഹണം എന്നിവയൊക്കെ നടത്തുന്നത്. അപ്പോൾ ഇത്രയും കാര്യമാണ് സ്പെഷ്യൽ എക്കണോമിക് സോൺ എന്ന് പറയുന്ന ഭാഗത്ത് പറയാനുള്ളത്. ഇനി എന്തൊക്കെയാണ് ഇതിന്റെ ഇമ്പാക്റ്റ് നോക്കാം അല്ലെ. ഇമ്പാക്ട് ഓഫ് സെസ് ഓൺ എൻവയോൺമെന്റ്. അപ്പൊ നോക്കുക, ഇമ്പാക്ട് ഓഫ് സെസ് ഓൺ എൻവയോൺമെന്റ് അല്ലെ. പ്രത്യേക സാമ്പത്തിക മേഖലകൾ അല്ലെങ്കിൽ സെസ് എന്ന് പറയുന്നത് പ്രഖ്യാപിക്കുന്നത് പരിസ്ഥിതിയിൽ എന്താണ് ദോഷമായിട്ടുള്ള പ്രതിഫലങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട് അല്ലെ. അപ്പൊ എന്തൊക്കെയാണ് അത് നോക്കാം. ഒന്നാമതായിട്ട് പറയുന്നത് തന്നെ ജലമലിനീകരണം അല്ലെ. എന്താണ് പറയുന്നത്, ഒന്നാമതായിട്ട് പറയുന്നതാണ് ജലമലിനീകരണം. അതായത് ദേശീയ കാർഷിക മേഖലകളും സെസ് ആയിട്ട് പരിവർത്തനം ചെയ്യപ്പെട്ട പ്രദേശങ്ങളൊക്കെ എന്താണ്, ദുർബല ജല റീചാർജ് സംവിധാനങ്ങളെ നശിപ്പിക്കുന്നുണ്ട് അല്ലെ. അതുപോലെ വ്യാവസായിക ഉൽപാദനത്തിന്റെയും പ്രകൃതി വിഭവങ്ങളുടെ ഉപയോഗത്തിന്റെയും ഒക്കെ ഫലമായിട്ട് വലിയ അളവിൽ എന്താണ് മാലിന്യങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട്. അവയൊക്കെ ജലസ്രോതസ്സുകളെ മലിനപ്പെടുത്തുകയാണ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ചെറിയ ഒരു സെസ്സിന് പോലും എന്ത് ചെയ്യാൻ പറ്റും, വലിയ അളവിൽ ജലം ആവശ്യമായിട്ടാണ് വരിക. അത് ചുറ്റുമുള്ള കിണറുകളിലെ വെള്ളമൊക്കെ എന്താവും, വറ്റുന്നതിന് കാരണമാവും. അപ്പോൾ സെസ്സിന്റെ ഒരു ഇമ്പാക്റ്റ് ആണ് എന്ത് പറയുന്നത്, ഈ ഒരു ജലമലിനീകരണം എന്ന് പറയുന്നത്. രണ്ടാമത്തതാണ് വായു മലിനീകരണം അല്ലെ. അതായത് വായുവിന്റെ ഗുണനിലവാരം കുറക്കുകയും മനുഷ്യന്റെ ആരോഗ്യത്തിന് ദോഷകരമായിട്ട് മാറുകയും ചെയ്യുന്ന വാതകങ്ങളുടെ പുറന്തള്ളൽ എന്താണ്, വായു മലിനീകരണത്തിന് കാരണമാകും. അപ്പോൾ അതുപോലെ വായു മലിനീകരണം ഉണ്ടാകുമ്പോൾ എന്താണ്, ക്യാൻസർ, ഹൃദയരോഗം, ശ്വാസകോശ സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ, ന്യൂറോളജിക്കൽ രോഗങ്ങൾ, ഇതൊക്കെ എന്താണ് വിഷാംശമുള്ള വായു മലിനീകരണവുമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ടാകുന്ന അസുഖങ്ങളാണ്. അപ്പം ഇതും വായു മലിനീകരണം എന്ന് പറയുന്നതും അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് ആണ്. പിന്നെ പറയുന്നതാണ് ഫാക്ടറികളിലെ മലിനജലം അല്ലെ. എന്താണ് ഫാക്ടറികളിലെ മലിനജലത്തിൽ പറയുന്നത്, അതായത് ഈ സെസ്സിൽ പറയുന്നത് എന്താ പറയുക, ഫാക്ടറികളിൽ വ്യവസായ മേഖലകളിൽ നിന്നും പുറന്തള്ളുന്ന മലിനജലം എന്ന് പറയുന്നത് സമീപ പ്രദേശത്തുള്ള എന്താ പറയുക ശുദ്ധജല സ്രോതസ്സുകളൊക്കെ എന്തെയും മലിനപ്പെടുത്തും അല്ലെ. അതുമൂലം എന്താണ്, ഒരുപാട് ജലജന്യ രോഗങ്ങൾ, കുടിവെള്ള പ്രശ്നങ്ങൾ തുടങ്ങിയവയിലേക്കൊക്കെ അത് നയിക്കും. അപ്പൊ ഇതും ഫാക്ടറിയിലെ മലിനജലം എന്ന് പറയുന്നതും എന്താണ്, ഇതിന്റെ ഒരു ഇമ്പാക്റ്റ് ആണ്. പിന്നെ അതുപോലെ തന്നെ പറയുന്നതാണ് അപകടപരമായിട്ടുള്ള മാലിന്യങ്ങൾ അല്ലെ. അതായത് അപകടകരമായിട്ടുള്ള മാലിന്യങ്ങൾ ഭൂരിഭാഗം എന്താണ്, അജൈവ ആസിഡുകളും അതുപോലെ തന്നെ ആസിഡ് മിശ്രിതങ്ങളും ചേർന്നതായിരിക്കും ഉണ്ടാവുക. അതുപോലെ ലബോറട്ടറി പ്രവർത്തനങ്ങളാണ് ഇത്തരം മാലിന്യങ്ങളുടെ ഉറവിടം അല്ലെ. ലബോറട്ടറികളിൽ നിന്നാണ് കൂടുതലായിട്ടും ഇത്തരത്തിലുള്ള മാലിന്യങ്ങൾ പുറന്തള്ളുക. അപ്പൊ ഇതൊക്കെ എന്താണ്, പ്രകൃതി വിഭവങ്ങളുടെ എന്താ പറയാ നാശത്തിനാണ് കാരണമാകുക. അപ്പൊ ഈ അപകടകരമായിട്ടുള്ള മാലിന്യം എന്താണ്, ഒരു പിന്നെ എന്താ പറയാ സെസ്സിന്റെ ഒരു ഇമ്പാക്റ്റ് ആണ്. അതുപോലെ അടുത്തതാണ് എന്താ പറയാ വിഷമാലിന്യങ്ങൾ അല്ലെ. വിഷമാലിന്യങ്ങൾ എന്തൊക്കെയാണ് അതിൽ പറയുന്നത്, അതായത് കനത്ത ലോഹങ്ങൾ, അതുപോലത്തെ സൈനൈഡുകൾ, കീടനാശിനികൾ എന്നിവയൊക്കെ എന്താണ് വായുവിലേക്ക് വേഗത്തിലേക്ക് കലരുന്നതാണ് അല്ലെ. അത് വിഷമലിനീകരണത്തിന് കാരണമായിട്ട് മാറും. അപ്പോൾ ഇതൊക്കെയാണ് ഇമ്പാക്റ്റ് ഓഫ് സെസ് ഓൺ എൻവയോൺമെന്റ്. എന്തൊക്കെയാ പറഞ്ഞത്, ഒന്ന് ജലമലിനീകരണം, രണ്ടാമത്തത് വായു മലിനീകരണം, മൂന്നാമത്തത് ഫാക്ടറികളിലെ മലിനജലം, നാലാമത്തത് അപകടകരമായ മാലിന്യങ്ങൾ, അഞ്ചാമത്തത് വിഷമാലിന്യങ്ങൾ അല്ലെ. ഇതൊക്കെയാണ് എന്താ പറയാ സെസ്സിന്റെ ഇമ്പാക്റ്റ് എന്ന് പറയുന്നത്. അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ് എക്സ്പ്ലോയിറ്റേഷൻ ഓഫ് നാച്ചുറൽ റിസോഴ്സസ് അല്ലെ. അതായത് എന്താണ്, മാനവരാശിയുടെ വളർച്ചയും നിലനിൽപ്പും എന്താണ് ഈ ഭൂമിയിൽ പ്രകൃതി വിഭവങ്ങൾ ആശ്രയിച്ചിട്ടാണ് അല്ലെ. പ്രകൃതി വിഭവങ്ങളെ ആശ്രയിച്ചിട്ടാണ് ഓരോ മനുഷ്യരും എന്ത് ചെയ്യുന്നത്, ജീവിക്കുന്നത്. അതായത് പ്രകൃതി വിഭവങ്ങളെ ചൂഷണം ചെയ്തുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, മനുഷ്യന്റെ ഓരോ ആവശ്യങ്ങളും മനുഷ്യന്മാർ നിറവേറ്റുന്നത്. അതുപോലെ തന്നെ മനുഷ്യന്റെ പ്രകൃതി വിഭവങ്ങൾ അമിതമായിട്ട് ചൂഷണം ചെയ്യുകയാണെങ്കിൽ എന്താവും, അത് ഒരുപാട് പ്രശ്നങ്ങളാണ് സൃഷ്ടിക്കുക. അങ്ങനെ വിഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ പ്രകൃതി വിഭവങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്,
രണ്ടായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. ഇതൊന്നാണ് റിന്യൂവബിൾ നാച്ചുറൽ റിസോഴ്സ്, മറ്റൊന്ന് നോൺ റിന്യൂവബിൾ റിസോഴ്സ് അല്ലെങ്കിൽ നോൺ റിന്യൂവബിൾ നാച്ചുറൽ റിസോഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ഈ റിന്യൂവബിൾ റിസോഴ്സിൽ പറയുന്നത്? എങ്ങനെ ഉപയോഗിച്ചാലും എന്താണ് എപ്പോഴും ലഭ്യമായിട്ടുള്ളതിനെയാണ് നമ്മൾ പുനരുപയോഗിക്കാൻ കഴിയുന്ന വിഭവങ്ങൾ എന്ന് പറയാം അല്ലേ. അതായത് എത്ര ഉപയോഗിച്ചാലും അത് തീരാതെ അത് വീണ്ടും വീണ്ടും എന്ത് ചെയ്യാൻ പറ്റും, ഉൽപ്പാദിപ്പിക്കാൻ പറ്റും. അതിനെയാണ് നമ്മൾ പുനരുപയോഗിക്കാൻ കഴിയുന്നത് എന്ന് നമ്മൾ പറയുന്നത്. അത് ഉദാഹരണം പറയുകയാണെങ്കിൽ മൃഗങ്ങൾ, സസ്യങ്ങൾ, അതുപോലെ തന്നെ പിന്നെന്താ പറയുക, വായു, വെള്ളം, സൂര്യപ്രകാശം, ഇതൊക്കെ എന്താണ് നോൺ റിന്യൂവബിൾ റിസോഴ്സിന്റെ ഉദാഹരണമായിട്ട് നമുക്ക് പറയാൻ കഴിയും അല്ലേ. ഇപ്പോൾ സസ്യങ്ങളും മൃഗങ്ങളൊക്കെ എന്താണ് ഒന്ന് നശിച്ചു കഴിഞ്ഞാൽ പുതുതായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ പ്രായമായവർക്ക് പകരമായിട്ട് എന്ത് ചെയ്യും, പുതുതായിട്ട് ജനിക്കും അല്ലേ. അപ്പൊ അതൊക്കെ റിന്യൂവബിൾ റിസോഴ്സിനായിട്ട് നമുക്ക് ഉദാഹരണമായിട്ട് പറയാൻ പറ്റും. രണ്ടാമത്താണ് നോൺ റിന്യൂവബിൾ റിസോഴ്സ് അല്ലേ. എന്താ അതിൽ പറയുന്നത്? നമ്മൾ ഒരിക്കലും ഉപയോഗിക്കപ്പെടുകയോ അല്ലെങ്കിൽ അത് നശിക്കപ്പെടുകയോ ചെയ്താൽ എളുപ്പത്തിൽ എന്ത് ചെയ്യാൻ പറ്റൂല, മാറ്റി സ്ഥാപിക്കാനോ വികസിപ്പിക്കാനോ കഴിയാത്തതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, പുനരുപയോഗിക്കാൻ കഴിയാത്ത വിഭവങ്ങൾ അല്ലെങ്കിൽ നോൺ റിന്യൂവബിൾ റിസോഴ്സ് എന്ന് വിളിക്കുക അല്ലെ. ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പോൾ ധാതുക്കൾ, അതുപോലെ തന്നെ കൽക്കരി, പെട്രോളിയം, ഫോസിൽ ഇന്ധനം, ഇതൊക്കെ എന്താണ് നോൺ റിന്യൂവബിൾ റിസോഴ്സ് ആണ്. ഇതൊക്കെ ഒരു വട്ടം നശിക്കുക അല്ലെങ്കിൽ ഇല്ലാതെ ചെയ്താൽ എന്ത് ചെയ്യാൻ പറ്റൂല, പുനരുപയോഗം എന്ന് പറയുന്നത് വളരെ എളുപ്പമുള്ള കാര്യമല്ല അല്ലെ. അതെന്താണ് ആയിരക്കണക്കിന് വർഷങ്ങൾ എടുക്കുന്ന കാര്യങ്ങളാണ്. അതൊക്കെ ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ പിന്നെ ആയിരം കണക്കിന് വർഷങ്ങൾ എടുത്താലുള്ള ഇതൊക്കെ വീണ്ടും ഉണ്ടാക്കാൻ പറ്റുക. അതുപോലെ തന്നെ വംശനാശ ഭീഷണി നേരിടുന്ന ചില മൃഗങ്ങളെയൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഈ ഒരു പുനരുപയോഗിക്കാൻ കഴിയാത്ത വിഭവങ്ങൾ അല്ലെങ്കിൽ നോൺ റിന്യൂവബിൾ റിസോഴ്സ് ആയിട്ട് പറയാൻ പറ്റൂലേ. അതിട്ട് എന്താണ് വംശനാശ ഭീഷണി നേരിട്ട് കഴിഞ്ഞാൽ പിന്നെ അതിനെ പുതുതിനായിട്ട് ഉണ്ടാക്കാൻ പറ്റൂല. അപ്പൊ അതും ഒരു നോൺ റിന്യൂവബിൾ റിസോഴ്സ് ആയിട്ട് പറയാൻ പറ്റുന്നതാണ്. അപ്പൊ ഇതാണ് റിന്യൂവബിൾ റിസോഴ്സും അതുപോലെ തന്നെ നോൺ റിന്യൂവബിൾ റിസോഴ്സും. അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ് ഈ എക്സ്പ്ലോയിറ്റേഷൻ ഓഫ് നാച്ചുറൽ റിസോഴ്സിൽ വരുന്ന മറ്റൊരു ക്വസ്റ്റ്യൻ ആണ് കോസസ് ഓഫ് നാച്ചുറൽ റിസോഴ്സ് ഡിപ്ലഷൻ അല്ലേ. അത് 2 മാർക്കിന് ചോദിക്കാം. എന്താ പറയുക, റിന്യൂവബിൾ റിസോഴ്സും അതുപോലെ തന്നെ നോൺ റിന്യൂവബിൾ റിസോഴ്സും ഒക്കെ 2 മാർക്കിന് ചോദിക്കാം. അതല്ലെങ്കിലോ ഇതൊക്കെ കൂടെ അതിൻ്റെ കോസസും അതുകൊണ്ട് എഫക്റ്റും ഒക്കെ കൂടെ ആയിട്ട് 5 മാർക്കിനൊക്കെ ചോദിക്കാം. അപ്പോൾ എന്തൊക്കെ കാരണങ്ങളാണ് നമുക്ക് നോക്കാം. ഒന്നാമതായിട്ട് പറയുന്നത് തന്നെ അമിതമായിട്ടുള്ള ജനസംഖ്യ അല്ലേ. അമിതമായിട്ട് ജനസംഖ്യ വർദ്ധിച്ചു വരികയാണെങ്കിൽ പ്രകൃതി വിഭവങ്ങളുടെ ശോഷണത്തിന് അത് കാരണമാവും അല്ലെ. ജനസംഖ്യ വർദ്ധിച്ചു വരുന്നതിനനുസരിച്ചിട്ട് എന്താണ് വിഭവങ്ങളുടെ ആവശ്യം എന്താവും, വർദ്ധിച്ചു വരും അല്ലെ. ഇതെന്താണ് വിഭവങ്ങളുടെ ശോഷണത്തിന് കാരണമാവും അല്ലെങ്കിൽ ചൂഷണത്തിന് കാരണമായിട്ട് മാറും. അതുപോലെ രണ്ടാമതാണ് പറയുന്നത് മോശം കൃഷി രീതികൾ അല്ലെ. മോശം കൃഷി രീതികൾ പറയുന്നത് എന്താണ്, ഭക്ഷ്യ ആവശ്യങ്ങൾക്കായിട്ട് കാർഷിക ഭൂമിയെ അമിതമായിട്ട് ആശ്രയിക്കുന്നതിനാൽ ഭൂവിഭവങ്ങൾ മനുഷ്യർ അമിതമായിട്ട് സമ്മർദ്ദം ചെലുത്തുന്നുണ്ട് അല്ലെ. അതായത് യന്ത്രങ്ങളുടെയും കാർഷിക ഉപകരണങ്ങളുടെയും ഒക്കെ ഉപയോഗം, അതുപോലെ മോശം മണ്ണ് പരിപാലന രീതികൾ, ഇതൊക്കെ എന്താണ് മണ്ണിന്റെ ഘടനയെ നശിപ്പിക്കും അല്ലെ. അതുപോലെ സസ്യങ്ങളുടെ വളർച്ചയ്ക്ക് അനുയോജ്യമല്ലാതെയാക്കുകയും ചെയ്യും. കീടനാശിനികൾ, അതുപോലെ കളനാശിനികൾ, അതുപോലെ തന്നെ കുമിൾനാശിനികൾ എന്നിവയുടെ ഒക്കെ അമിത ഉപയോഗം എന്താണ് മണ്ണിലെ പോഷകങ്ങൾ നശിപ്പിക്കും. അപ്പൊ ഇതും ഒരു കാരണമായിട്ട് പറയാം, മോശം കൃഷി രീതി എന്നുള്ളത്. പിന്നെ മൂന്നാമതായിട്ട് പറയുന്നതാണ് മരങ്ങൾ മുറിക്കുക അല്ലെ. മരങ്ങൾ വെട്ടിമുറിക്കുന്നത് എന്താണ് ഇതിന്റെ ഒരു കാരണമാണ്. മനുഷ്യൻ പല ആവശ്യങ്ങൾക്കായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, മരങ്ങൾ വെട്ടിമുറിക്കുന്നുണ്ട് അല്ലെ. അത് മണ്ണൊലിപ്പ് പോലുള്ള ഗുരുതരമായിട്ടുള്ള പ്രശ്നങ്ങളാണ് പിന്നീട് ഉണ്ടാക്കുക. മണ്ണിലെ പല ധാതുക്കളും നശിക്കാനും ഇത് കാരണമാവും. ഇനി അടുത്തൊരു കോസസ് ഓഫ് നാച്ചുറൽ റിസോഴ്സ് ഡിപ്ലഷൻ ആണ് പ്രകൃതി വിഭവങ്ങളുടെ അമിതമായിട്ടുള്ള ചൂഷണം അല്ലെ. വ്യാവസായിക വിപ്ലവത്തിന്റെ ഫലമായിട്ട് എന്താണ് ധാരാളം ധാതുക്കളുടെയും അതുപോലെ തന്നെ എണ്ണയുടെയും ഒക്കെ ഉപയോഗം എന്ത് ചെയ്തിട്ടുണ്ട്, വർദ്ധിച്ചു വന്നിട്ടുണ്ട് അല്ലെ. വ്യാവസായിക ശാലകളിലേക്ക് കൂടുതൽ അസംസ്കൃത വസ്തുക്കൾ ആവശ്യമായിട്ട് വരുന്നതും എന്താണ് പ്രകൃതി വിഭവങ്ങൾ ക്ഷയിക്കാനുള്ള കാരണമായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. പിന്നെ അടുത്തതാണ് മലിനീകരണം. അഞ്ചാമത്തെ ഒരു കാരണമാണ് മലിനീകരണം എന്ന് പറയുന്നത് അല്ലെ. അതായത് മലിനജലം എന്താണ്, വിഷം നിറഞ്ഞ കെമിക്കലുകൾ, റേഡിയോ ആക്റ്റീവ് മെറ്റീരിയലുകൾ എന്നിവ വായു, മണ്ണ്, ജലാശയങ്ങൾ എന്നിവയൊക്കെ എന്ത് ചെയ്യും, മലിനമാക്കൂലേ. ഇത് പ്രകൃതി വിഭവങ്ങൾ നശിക്കാനുള്ള ഒരു കാരണമായിട്ട് പിന്നീട് മാറും. ഇനി ആറാമത്തെ ഒരു കാരണം പറയുന്നതാണ് സാങ്കേതിക വിദ്യയുടെ പുരോഗതി അല്ലെ. സാങ്കേതിക വിദ്യയിൽ പുരോഗതി എന്ത് ചെയ്യുന്നുണ്ട്, പ്രകൃതി വിഭവങ്ങളെ കൂടുതൽ ചൂഷണമാക്കാനാണ് പിന്നീട് കാരണമായിട്ടുള്ളത്. അപ്പൊ പ്രകൃതി വിഭവങ്ങളുടെ ചൂഷണത്തിന് കാരണമായിട്ടുള്ളതാണ് സാങ്കേതിക വിദ്യ എന്ന് പറയുന്നത് അല്ലേ. അതായത് കൂടുതൽ രാജ്യങ്ങളിൽ എന്താണ് വലിയ തോതിൽ വ്യാവസായിക സാങ്കേതിക പുരോഗതി കൈവരിക്കുമ്പോൾ രാസ ഉൽപ്പന്നങ്ങളും അതുപോലെ തന്നെ മലിനീകരണ വസ്തുക്കളും ഒക്കെ എന്താണ് അതിന്റെ പിന്നാലെ വർദ്ധിക്കുകയാണ് ചെയ്യുക. ഇതൊക്കെ പ്രകൃതിദത്ത ആവാസ വ്യവസ്ഥകളെ ദോഷകരമായിട്ട് തന്നെ ബാധിക്കും. അപ്പൊ എന്തൊക്കെ പോയിന്റുകളാണ് നമ്മൾ പറഞ്ഞത്? ഒന്നാമതായിട്ട് കോസസ് ഓഫ് നാച്ചുറൽ റിസോഴ്സിന്റെ ഡിപ്ലഷന് പറയുന്നത് ഒന്ന് അമിതമായിട്ടുള്ള ജനസംഖ്യ, രണ്ടാമത്തത് മോശം കൃഷി രീതികൾ, മൂന്നാമത്തത് മരങ്ങൾ വെട്ടിമുറിക്കൽ, അതുപോലെ നാലാമത് പ്രകൃതി വിഭവങ്ങളുടെ അമിതമായിട്ടുള്ള ചൂഷണം, അഞ്ചാമത് പറയുന്നത് മലിനീകരണം, ആറാമത് പറയുന്നത് സാങ്കേതിക വിദ്യയുടെ പുരോഗതി.
ഇനി അടുത്ത അതുമായി ബന്ധപ്പെട്ട് വരുന്നതാണ് എഫക്റ്റ് ഓഫ് ഡിപ്ലഷൻ ഓഫ് നാച്ചുറൽ റിസോഴ്സ് അല്ലെ, എന്തൊക്കെയാണെന്ന് നോക്കാം. അതിൽ ഒന്നാമത് പറയുന്നത് തന്നെ എന്താണ്, ജലക്ഷാമം അല്ലെ, വെള്ളത്തിന്റെ ക്ഷാമം, അതായത് മോശം കൃഷി രീതികൾ, വനനശീകരണം, മലിനീകരണം എന്നിവയുടെ ഫലമായിട്ട് എന്താവും, ജലസംഭരണ പ്രദേശങ്ങളുടെ മലിനീകരണം മൂലമൊക്കെ ജലസ്രോതസ്സുകളുടെ ശോഷണം സംഭവിക്കുകയാണ് ചെയ്യുക അല്ലെ. ജലസ്രോതസ്സുകളുടെ മലിനീകരണം മൂലം ഏകദേശം 100 കോടി ആളുകൾക്ക് എന്താണ്, ശുദ്ധജലം ലഭ്യമാവുന്നില്ല. ഇത് ശുദ്ധജലത്തിന്റെ അഭാവം മൂലം പട്ടിണിയും അതുപോലെ തന്നെ ഭക്ഷ്യക്ഷാമവും ഒക്കെ രൂക്ഷമാകുന്നുണ്ട്. ഇത് ഇതിന്റെ ഒരു എഫക്റ്റ് ആണ്. രണ്ടാമതായിട്ട് പറയുന്നത് ഓയിൽ ഡിപ്ലഷൻ അല്ലെങ്കിൽ എണ്ണന്റെ ശോഷണം അല്ലെ, അതായത് നിർമ്മാണം, കൃഷി, ഖനനം, ഗതാഗതം തുടങ്ങിയ ഉൾപ്പെടെ വിവിധ പ്രവർത്തനങ്ങൾക്ക് എന്ത് വേണം, എണ്ണ വേണം അല്ലെ. അതിന് വേണ്ടിയിട്ടൊക്കെ എണ്ണ ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ എണ്ണ എന്ന് പറയുന്നത് എന്താണ്, ഒരു നോൺ റിന്യൂവബിൾ റിസോഴ്സ് ആണ് അല്ലെ. അത് പിന്നീട് എന്ത് ചെയ്യാൻ പറ്റൂല, നമുക്ക് പുനരുൽപാദനം നടത്തി ഉണ്ടാക്കാൻ പറ്റുന്ന ഒന്നല്ല. പിന്നെ മൂന്നാമത് പറയുന്നതാണ് വനവിസ്തൃതിയുടെ നഷ്ടം അല്ലെ. വനവിസ്തൃതിയുടെ നഷ്ടം എന്ന് പറയുന്നത് അതിലെന്താ പറയുന്നത്, ഓരോ വർഷവും എന്താണ്, ദശലക്ഷക്കണക്കിന് എന്താ പറയാ വനഭൂമിയാണ് നശിക്കുന്നത് അല്ലെ. അതായത് ലോകത്തിലെ എന്താ പറയാ സ്വാഭാവിക വനത്തിന്റെ പ്രകൃതിയിൽ അധികവും നീക്കം ചെയ്യപ്പെട്ടിട്ടുണ്ട് അല്ലെ. കൂടാതെ കഴിഞ്ഞ 3 പതിറ്റാണ്ടുകളിലായിട്ട് വർദ്ധിച്ചു വന്നിട്ടുള്ള വനനശീകരണമൊക്കെ ആഗോള താപനത്തിന് തന്നെ കാരണമായിട്ടുണ്ട്. മണ്ണൊലിപ്പ്, ജൈവ വൈവിധ്യങ്ങളുടെ നഷ്ടം, വർദ്ധിച്ചിട്ടുള്ള വെള്ളപ്പൊക്കം, വരൾച്ച, ഇതൊക്കെ എന്താണ്, വനനശീകരണത്തിന്റെ കാരണങ്ങളാണ് അല്ലെ. വനനശീകരണം നടത്തുന്നതിലൂടെ ഉണ്ടാകുന്ന കാരണങ്ങളാണ് ഇതൊക്കെ. പിന്നെ പറയുന്നതാണ് ധാതുക്കളുടെ ശോഷണം അല്ലെ, അതായത് ഫോസ്ഫേറ്റ്, പെട്രോളിയം, കോപ്പർ, സിങ്ക് ഇങ്ങനെ തുടങ്ങിയ ധാതുക്കൾ ഉപയോഗം എന്ത് ചെയ്തിട്ടുണ്ട്, വർദ്ധിച്ചിട്ടുണ്ട് അല്ലെ. ഗ്ലോബൽ ഫോസ്ഫറസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ അഭിപ്രായത്തിൽ സസ്യങ്ങളുടെ വളർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ള ഫോസ്ഫറസ് എന്താണ്, ഭൂമിയിൽ തന്നെ ഇല്ലാതെയാവുന്നതാണ് ആര് പറയുന്നത്, ഗ്ലോബൽ ഫോസ്ഫറസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് പറയുന്നത്. അങ്ങനെ അഞ്ചാമത്തെ ഒരു കാരണമാണ് ജീവിവർഗങ്ങളുടെ വംശനാശം അല്ലെ. വിഭവങ്ങളുടെ അമിതമായിട്ടുള്ള ചൂഷണം എന്ത് ചെയ്യുന്നുണ്ട്, ആവാസ വ്യവസ്ഥയെ നശിപ്പിക്കും. അതുമൂലം എന്ത് ചെയ്യും, ജീവജാലങ്ങളുടെ ആവാസ വ്യവസ്ഥ നഷ്ടപ്പെടും. അതുമൂലം അവര് എന്ത് ചെയ്യുന്നു, ഈ നാട്ടിൽ നിന്ന് തന്നെ ഇല്ലാതായി പോവും. അങ്ങനെ അവര് വംശനാശത്തിന് ഭീഷണി നേരിടും. അപ്പൊ എന്തൊക്കെ കാരണങ്ങളാണ് എഫക്റ്റിൽ പറഞ്ഞത്, ഒന്ന് ജലക്ഷാമം, 2 എണ്ണ ശോഷണം, മൂന്നാമത്തത് വനവിസ്തൃതികളുടെ നഷ്ടം, നാലാമത്തത് ധാതുക്കളുടെ ശോഷണം, അഞ്ചാമത്തത് ജീവിവർഗങ്ങളുടെ വംശനാശം. ഇത്രയും എഫക്റ്റുകളാണ് ഇതിന് ഉള്ളത്. അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ് എൻവിയോമെന്റൽ ഡീഗ്രഡേഷൻ അല്ലെ. അത് 2 മാർക്കിന് ചോദിക്കാം, അതല്ലെങ്കിലോ ഇതെല്ലാം കൂടെ 5 മാർക്കിനോ 10 മാർക്കിനോ ഒക്കെ ആയിട്ട് ചോദിക്കാം. അപ്പൊ എൻവിയോമെന്റൽ ഡീഗ്രഡേഷനിൽ നോക്കാം, വായു, ജലം, മണ്ണ് തുടങ്ങിയ വിഭവങ്ങളുടെ ശോഷണം, ആവാസ വ്യവസ്ഥകളുടെ നാശം, അതുപോലെ ജീവികളുടെ വംശനാശം, ഇതൊക്കെ മൂലം ഉണ്ടാവുന്ന പരിസ്ഥിതിയുടെ തുടർച്ചയെയാണ് നമ്മൾ എന്ത് വിളിക്കുക, പാരിസ്ഥിതിക അപജയം അല്ലെങ്കിൽ എൻവിയോമെന്റൽ ഡീഗ്രഡേഷൻ എന്ന് വിളിക്കുക അല്ലെ. വായു, ജലം, മണ്ണ് തുടങ്ങിയ വിഭവങ്ങളുടെ ശോഷണം, അതുപോലെ തന്നെ ആവാസ വ്യവസ്ഥകളുടെ നാശം, ജീവികളുടെ വംശനാശം, ഇതുമൂലം ഉണ്ടാവുന്ന പരിസ്ഥിതിയുടെ തുടർച്ചയെയാണ് നമ്മൾ എൻവിയോമെന്റൽ ഡീഗ്രഡേഷൻ അല്ലെങ്കിൽ പാരിസ്ഥിതിക അപജയം എന്ന് വിളിക്കുന്നത്. അതുപോലെ തന്നെ സാമൂഹികവും പാരിസ്ഥിതികവുമായിട്ടുള്ള ലക്ഷ്യങ്ങളും ആവശ്യങ്ങളും നിറവേറ്റുന്നതിനുള്ള പരിസ്ഥിതിയുടെ ശേഷി കുറയുന്നതിനെയാണ് നമ്മൾ യുണൈറ്റഡ് നേഷൻ ഇന്റർനാഷണൽ എന്താ പറയുക സ്ട്രാറ്റജീസ് ഫോർ ഡിസാസ്റ്റർ റിഡക്ഷൻ പരിസ്ഥിതിക അപജയത്തെ നിർവചിച്ചത് അല്ലേ. അപ്പോൾ സാമൂഹികവും പാരിസ്ഥിതികവുമായിട്ടുള്ള ലക്ഷ്യങ്ങളും ആവശ്യങ്ങളും നിറവേറ്റാൻ വേണ്ടിയിട്ട് പരിസ്ഥിതിയുടെ ശേഷി കുറയുക, അതാണ് എന്ത് ചെയ്തിട്ടുള്ളത്, യുണൈറ്റഡ് നേഷൻ ഇന്റർനാഷണൽ സ്ട്രാറ്റജീസ് ഫോർ ഡിസാസ്റ്റർ റിഡക്ഷൻ എന്ന് പറയുന്നത് പാരിസ്ഥിതിക അപജയത്തെ നിർവചിച്ചിട്ടുള്ളത്. കോസസ് ഓഫ് എൻവിയോൺമെന്റൽ ഡീഗ്രഡേഷൻ അല്ലെ. എന്തൊക്കെയാണ് പാരിസ്ഥിതിക അപജയത്തിന്റെ പ്രധാന കാരണങ്ങൾ എന്ന് നോക്കാം. ഒന്നാമതായിട്ട് പറയണതിന്റെ പോപ്പുലേഷൻ അല്ലെ, അല്ലെങ്കിൽ ജനസംഖ്യ. അതായത് ദ്രുതഗതിയിലുള്ള ജനസംഖ്യ വർധനവ് എന്താണ്, സാമ്പത്തിക വികസനവും അനിയന്ത്രിതമായിട്ടുള്ള നഗരവൽക്കരണവും വ്യാവസായികവൽക്കരണം, കാർഷിക വ്യാപനം, ആവാസ വ്യവസ്ഥയുടെ തകർച്ച, ഇതൊക്കെ എന്താണ് പാരിസ്ഥിതിക അപജയത്തിന് കാരണമാകുന്ന കാര്യങ്ങളാണ് അല്ലെ. എന്തൊക്കെയാണ് പറഞ്ഞത്, സാമ്പത്തിക വികസനം, അനിയന്ത്രിതമായിട്ടുള്ള നഗരവൽക്കരണം, വ്യാവസായിക കാർഷിക വ്യാപനം, ആവാസ വ്യവസ്ഥയുടെ തകർച്ച, ഇതൊക്കെ എന്താണ് പാരിസ്ഥിതിക അപജയത്തിന് അല്ലെങ്കിൽ എൻവിയോൺമെന്റൽ ഡീഗ്രഡേഷന്റെ കാരണങ്ങളാണ്. ജനസംഖ്യ വർധനവ് പരിസ്ഥിതി എന്താണ് പ്രതികൂലമായിട്ട് തന്നെ ബാധിക്കുന്നുണ്ട്. പ്രകൃതി വിഭവങ്ങളുടെ അമിതമായിട്ടുള്ള ഉപയോഗത്തിലൂടെയും മാലിന്യങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നതിലൂടെയും ഒക്കെ വായു, ജലം എന്നിവ എന്ത് ചെയ്യുന്നുണ്ട്, മലിനമാകുന്നുണ്ട് അല്ലെ. അതിലൂടെ ജൈവ വൈവിധ്യം നഷ്ടപ്പെടുന്നതിലൂടെയും ഒക്കെ പരിസ്ഥിതി എന്ത് ചെയ്യുന്നുണ്ട്, അത് അപജയപ്പെടുത്തുന്നുണ്ട്. ഇതാണ് ജനസംഖ്യയിൽ പറയുന്നത്. രണ്ടാമത്തേതാണ് പോവർട്ടി അല്ലെങ്കിൽ ദാരിദ്ര്യം എന്ന് പറയുന്നത് അല്ലെ. ദാരിദ്ര്യം എന്ന് പറയുന്നത് എന്താണ്, പരിസ്ഥിതിയുടെ അപജയവും തമ്മിൽ സങ്കീർണമായിട്ടുള്ള ഒരു ബന്ധമാണുള്ളത്. ദാരിദ്ര്യവും പരിസ്ഥിതി അപജയം എന്ന് പറയുന്നത് എന്താണ്, സങ്കീർണമായിട്ടുള്ള ഒരു ബന്ധമുണ്ട്. അതായത് സംസ്ഥാന
എന്താ പറയുക, സോറി, സമ്പന്നരെക്കാൾ എന്താണ് സാധാരണ ആസ്തികളെ ആശ്രയിക്കുന്ന ദരിദ്രരായിട്ടുള്ള ആളുകൾ മറ്റു തരത്തിലുള്ള ആസ്തികൾ നേടിയെടുക്കാനുള്ള കഴിവില്ലാത്തതിനാൽ എന്താണ് പ്രകൃതി വിഭവങ്ങളെ കൂടുതലായിട്ട് ആശ്രയിക്കും അല്ലെ. അവർക്ക് എന്താണ് മറ്റ് വക ഉള്ള ഇതൊന്നും അറിയാത്തത് കൊണ്ട് തന്നെ അവർ പ്രകൃതി വിഭവങ്ങളെയാണ് കൂടുതൽ ആശ്രയിക്കുക. അങ്ങനെ പരിസ്ഥിതിയുടെ മേലുള്ള സമ്മർദ്ദങ്ങൾ അനുദിനം വർദ്ധിക്കുകയാണെങ്കിൽ പരിസ്ഥിതിയുടെ തകർച്ചയ്ക്ക് തന്നെ എന്താവും, അത് കാരണമാകും. അങ്ങനെ ഉപജീവന മാർഗത്തിനോ ഇന്ധന ആവശ്യങ്ങൾക്കോ ഒക്കെ വേണ്ടിയിട്ട് പരിസ്ഥിതി എന്ത് ചെയ്യുന്നുണ്ട്, നശിപ്പിക്കുന്നുണ്ട് അല്ലേ. ഇതൊക്കെ ജീവിതശൈലി ഒരു പ്രധാന പങ്ക് വഹിക്കുന്ന കാരണങ്ങളാണ് അല്ലെ. നശിപ്പിക്കുന്നതിൽ ജീവിതശൈലി എന്ത് ചെയ്യുന്നുണ്ട്, ഒരു പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. അതാണ് അപ്പൊ ദാരിദ്ര്യം എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ ദാരിദ്ര്യത്തിൽ എന്താ പറഞ്ഞത്, ദാരിദ്ര്യം എന്ന് പറയുന്നത് പരിസ്ഥിതി അപജയം എന്ന് പറയുന്നത് എന്താണ്, തമ്മിൽ നല്ലൊരു ബന്ധമുണ്ട്. അതായത് സമ്പന്നരെക്കാൾ കൂടുതൽ സാധാരണ ആസ്തികൾ ആശ്രയിക്കുന്ന ദരിദ്രരായിട്ടുള്ള ആളുകളാണ് മറ്റു തരത്തിലുള്ള ആസ്തികളൊന്നും നേടിയെടുക്കാൻ കഴിവില്ലാത്തത് കൊണ്ട് തന്നെ അവർ പ്രകൃതി വിഭവങ്ങളെ കൂടുതലായിട്ട് ആശ്രയിക്കുക അല്ലെ. അപ്പോൾ ആ പരിസ്ഥിതി വിഭവങ്ങളുടെ മേലുള്ള ഈ സമ്മർദ്ദം എന്താണ്, അനുദിനം വർദ്ധിക്കുകയാണെങ്കിൽ പരിസ്ഥിതിയുടെ തകർച്ചയ്ക്ക് തന്നെ എന്ത് ചെയ്യും, അത് കാരണമാകും. പിന്നെ അടുത്തതാണ് അർബണൈസ്. നഗരങ്ങളിലേക്ക് കുടിയേറുമ്പോൾ നഗരപ്രദേശങ്ങളിൽ ജനസാന്ദ്രത വർദ്ധിപ്പിക്കുന്നതിന് അത് കാരണമായിട്ട് മാറും. അങ്ങനെ നഗരപ്രദേശങ്ങളുടെ ദ്രുതഗതിയിലുള്ള സ്വാഭാവികവും വികാസവും എന്താണ്, നഗര പരിസ്ഥിതിയെ തന്നെ എന്ത് ചെയ്യും, മോശമാകും. അപ്പൊ ഇത് മൂന്നുമാണ് എൻവയോൺമെന്റൽ ഡീഗ്രഡേഷന്റെ കോസസ്. ഒന്ന് ജനസംഖ്യ, മറ്റൊന്ന് ദാരിദ്ര്യം, മൂന്നാണ് നഗരവൽക്കരണം അല്ലെ, അർബണൈസേഷൻ. ഈ മൂന്ന് കാരണങ്ങളാണ് ഉള്ളത്. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ് ഇമ്പാക്ട് ഓൺ എൻവയോൺമെന്റൽ ഡീഗ്രഡേഷൻ അല്ലെ. എന്തൊക്കെ ഇമ്പാക്റ്റുകളാണ് നോക്കാം. പാരിസ്ഥിതിക തകർച്ചയ്ക്ക് എന്താണ്, ധാരാളം പ്രത്യാഘാതങ്ങളുണ്ട് അല്ലെ. ഭൂമിയിലെ പ്രകൃതി വിഭവങ്ങളുടെ ശോഷണത്തിനും അതുപോലെ തന്നെ ജൈവ വൈവിധ്യത്തിന്റെ നാശത്തിനും ജലവും വായുവും മലിനമാക്കാനും ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു എൻവയോൺമെന്റൽ ഡീഗ്രഡേഷന് കാരണമാകുന്നുണ്ട്. അപ്പൊ എന്തൊക്കെ പ്രത്യാഘാതങ്ങളാണ് നമുക്ക് നോക്കാം. ഒന്നാമതായിട്ട് പറയുന്നത് തന്നെ ഇമ്പാക്ട് ഓൺ ഹ്യൂമൻ ഹെൽത്ത് അല്ലെ. ഇമ്പാക്ട് ഓൺ ഹ്യൂമൻ ഹെൽത്ത് ആണ് ഒന്നാമത്തത്. അതായത് പരിസ്ഥിതിക്ക് സംഭവിക്കുന്ന തകർച്ച എന്ത് ചെയ്യും, മനുഷ്യന്റെ എന്താ പറയുക ആരോഗ്യത്തെയാണ് അത് കൂടുതലായിട്ട് ബാധിക്കുക അല്ലെ. അതുപോലെ തന്നെ WHO പറയുന്നതനുസരിച്ച് കഴിഞ്ഞ 10 വർഷമായിട്ട് ഇന്ത്യയിൽ വായു മലിനീകരണത്തിന്റെ തോത് എന്താണ്, വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെ കാർഷിക ആവശ്യങ്ങളും വ്യവസായശാലകളിൽ നിന്നുള്ള വരുന്ന ജലവും നമ്മുടെ ജലാശയങ്ങളിൽ മാത്രമല്ല മലിനമാക്കുന്നത് അല്ലെ, ഭൂഗർഭ ജലവും എന്ത് ചെയ്യുന്നുണ്ട്, മലിനമാക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. എല്ലാ മനുഷ്യനും എന്താണ് ധാരാളം ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഇത് സൃഷ്ടിക്കുന്നുണ്ട്. അപ്പൊ ഇതും അതിന്റെ ഒരു ഇമ്പാക്റ്റ് ആണ്. രണ്ടാമതായിട്ട് പറയുന്നത് തന്നെ ലോസ് ഓഫ് ബയോഡൈവേഴ്സിറ്റി അല്ലെ. അതായത് ആവാസ വ്യവസ്ഥ നിലനിർത്തുന്നതിൽ എന്താണ് വലിയ പങ്ക് വഹിക്കുന്നത് ജൈവ വൈവിധ്യമാണ് അല്ലെ. അപ്പോൾ അന്തരീക്ഷത്തെ മലിനീകരണം തടയാനും ജലസ്രോതസ്സുകൾ സംരക്ഷിക്കാനും കാലാവസ്ഥ നിലനിർത്താനും ഒക്കെ ജൈവ വൈവിധ്യം എന്ന് പറയുന്നത് സഹായിക്കുന്നുണ്ട്. അതുപോലെ വനനശീകരണം, ആഗോള താപനം, മലിനീകരണം എന്നിവയൊക്കെ ജൈവ വൈവിധ്യം ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, നശിപ്പിക്കുന്നുണ്ട്. അതുപോലെ ഇതിന്റെ ഫലമായിട്ട് ധാരാളം സസ്യങ്ങളും ജന്തുക്കളും എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഭൂമിയിൽ തന്നെ ഇല്ലാതായിക്കൊണ്ട് അവരുടെ വംശനാശത്തിന് തന്നെ ഭീഷണി നേരിടുന്നുണ്ട്. പ്രകൃതി വിഭവങ്ങളുടെ അമിതമായിട്ടുള്ള ഉപയോഗമാണ് എന്ത് ചെയ്യുന്നത്, ജൈവ വൈവിധ്യം നശിക്കുന്നതിന് പ്രധാനമായിട്ടുള്ള ഒരു കാരണം തന്നെ പറയുന്നത്. ഇതാണ് അപ്പോൾ ലോസ് ഓഫ് ബയോഡൈവേഴ്സിറ്റി എന്ന് പറയുന്നത്. പിന്നെ അടുത്തതാണ് ഓസോൺ ലെയർ ഡിപ്ലഷൻ അല്ലെ. എന്താണ് അതിൽ പറയുന്നത്, അതായത് ഓസോൺ പാളിക്ക് ഉണ്ടാകുന്ന വിള്ളൽ ഗുരുതരമായിട്ടുള്ള പാരിസ്ഥിതിക പ്രശ്നമാണ് ഉണ്ടാക്കുക. അതായത് ക്ലോറോ ഫ്ലൂറോ കാർബണുകളാണ് ഓസോൺ പാളിയുടെ വിള്ളൽ ഉണ്ടാക്കുന്നത്. അത് പ്രധാന ഘടകം അല്ലെ. ഓസോൺ പാളിന്റെ വിള്ളൽ ഉണ്ടാക്കുന്നതിന് പ്രധാന ഘടകം എന്ന് പറയുന്നത് എന്താണ്, ക്ലോറോ ഫ്ലൂറോ കാർബണുകളാണ്. അതുപോലെ തന്നെ ഓസോൺ പാളിക്ക് ഉണ്ടാകുന്ന 80% വിള്ളലുകൾ മൂലമാണ് ഉണ്ടാകുന്നത് അല്ലെ. ഓസോൺ പാളിയിൽ ഉണ്ടാകുന്ന 80% വിള്ളലുകളും കൊണ്ടാണ് ഉണ്ടാകുന്നത്. അതുപോലെ ഹൈഡ്രോ ക്ലോറോ ഫ്ലൂറോ കാർബൺ വാഹനങ്ങളിൽ നിന്ന് പുറന്തള്ളുന്ന ചില വാതകങ്ങൾ, വ്യവസായശാലകളിൽ നിന്ന് പുറന്തള്ളുന്ന ചില വാതകങ്ങൾ, ഇതൊക്കെ എന്താണ് എന്താ പറയാ പരിസ്ഥിതിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഓസോൺ പാളിക്കുണ്ടാകുന്ന വിള്ളൽ അന്തരീക്ഷത്തിലെ താപനില എന്ത് ചെയ്യും, വർദ്ധിപ്പിക്കും അല്ലെ. കാലാവസ്ഥാ വ്യതിയാനത്തിലേക്കൊക്കെ അത് നയിക്കും. പിന്നെ ഇത് ഗുരുതരമായിട്ടുള്ള പാരിസ്ഥിതിക പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കും. അപ്പൊ എന്തൊക്കെയാണ് ഇമ്പാക്റ്റുകൾ എന്ന് പറഞ്ഞത്, ഒന്നാമതായിട്ട് പറഞ്ഞത് ഇമ്പാക്ട് ഓൺ ഹെൽത്ത് അല്ലെ, ഹ്യൂമൻ ഹെൽത്ത്. രണ്ടാമതായിട്ട് പറഞ്ഞതാണ് ലോസ് ഓഫ് ബയോഡൈവേഴ്സിറ്റി. മൂന്നാമതായിട്ട് പറയാണ് ഓസോൺ ലെയർ ഡിപ്ലഷൻ. ഇതാണ് അതിന്റെ ഇമ്പാക്റ്റ് എന്ന് പറയുന്നത്. അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് അല്ലെ. ഇത് 2 മാർക്കിന് ചോദിക്കാം, അതല്ലെങ്കിലോ ഇതെല്ലാം കൂടെ 5 മാർക്കിനൊക്കെ ചോദിക്കാം. സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്നുള്ളത് അതായത് 1970കളിൽ 1980കളിലൊക്കെയാണ് ഈ ഒരു സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്ന് പറയുന്ന ആശയം വലിയ തോതിൽ പ്രാധാന്യം വന്നിട്ടുള്ളത് അല്ലെ. 1970കളിൽ അതുപോലെ 1980കളിലൊക്കെയാണ് സുസ്ഥിര വികസനം അല്ലെങ്കിൽ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്ന് പറയുന്ന ആശയത്തിന് വലിയ പ്രാധാന്യം കൈവന്നിട്ടുള്ളത് അല്ലെ. അതായത് സുസ്ഥിരത എന്ന് പറയുന്ന പദത്തിന്റെ അർത്ഥം തന്നെ എന്താണ്, എന്തെങ്കിലും
നിലനിർത്താനുള്ള കഴിവിനെ പിന്തുണക്കുന്ന വിഭവങ്ങൾ കുറക്കാത്ത പ്രവർത്തനങ്ങൾ നടത്താനുള്ള ഒരു കഴിവ് എന്നാണ് സസ്റ്റൈനബിൾ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് സാമൂഹ്യ ശാസ്ത്രത്തിൽ സുസ്ഥിരത എന്ന പദം എന്താണ്, പ്രകൃതി വിഭവങ്ങളുടെ ഉപയോഗം മറ്റു ഗ്രൂപ്പുകളെ എങ്ങനെ ബാധിക്കുന്നു എന്നതുമായിട്ട് എന്താണ് ബന്ധപ്പെട്ടിട്ടുണ്ട്. അതുപോലെ പരിസ്ഥിതിയിലും പ്രകൃതി വിഭവങ്ങളിലും സാമൂഹ്യ സാമ്പത്തിക വികസനത്തിന്റെയൊക്കെ ദോഷകരമായിട്ടുള്ള പ്രത്യാഘാതങ്ങളെ കുറിച്ചിട്ടൊക്കെ അവബോധം സൃഷ്ടിക്കുകയും അതുപോലെ പരിസ്ഥിതി സംരക്ഷണത്തിന് അനുയോജ്യമായിട്ടുള്ള ദീർഘകാല വികസന മാർഗങ്ങളൊക്കെ ലഭ്യമാക്കുകയും ചെയ്യുക എന്നതാണ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ പരിസ്ഥിതിക്ക് ദോഷം ചെയ്യാത്ത പരിസ്ഥിതി സൗഹൃദപരമായിട്ടുള്ള വികസനത്തെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് അല്ലെങ്കിൽ സുസ്ഥിര വികസനം എന്ന് പറയുന്നത് അല്ലെ. പരിസ്ഥിതിക്ക് ദോഷം ചെയ്യാതെ പരിസ്ഥിതി സൗഹൃദപരമായിട്ട് എന്ത് ചെയ്യുക, വികസിപ്പിക്കുക, അതിനെയാണ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്ന് വിളിക്കുന്നത്. അതുപോലെ അതിന് വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങൾ അല്ലെങ്കിൽ കുറച്ച് തന്ത്രങ്ങൾ ഉപയോഗിക്കാൻ കഴിയും. എന്തൊക്കെയാണത്? ഒന്ന് പറയുന്നത് ഊർജത്തിന്റെ പാരമ്പര്യേതര ഉറവിടങ്ങൾ എന്ത് ചെയ്യുക, ഉപയോഗിക്കുക. രണ്ടാമത് പറയുന്നത് സൗരോർജം, അതുപോലെ തന്നെ കാറ്റിൽ നിന്നുള്ള ഊർജം, തിരമാലകളിൽ നിന്നുള്ള ഊർജം തുടങ്ങിയ പരിസ്ഥിതിക്ക് ദോഷം ചെയ്യാത്ത ഊർജ സ്രോതസ്സുകൾ എന്ത് ചെയ്യുക, വികസിപ്പിച്ചെടുക്കുക. പിന്നെ മൂന്നാമതായിട്ട് പറയുന്നതാണ് ഗ്രാമപ്രദേശങ്ങളിലൊക്കെ LPG, ഗ്ലോബൽ ഗ്യാസ് അല്ലെ തുടങ്ങിയവ എന്ത് ചെയ്യുക, പ്രോത്സാഹിപ്പിക്കുക. അതുപോലെ തന്നെ മിനി ജലവൈദ്യുത പദ്ധതികളൊക്കെ എന്ത് ചെയ്യുക, നടപ്പിലാക്കാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ ജൈവ കൃഷി രീതിയൊക്കെ പ്രോത്സാഹിപ്പിക്കുക. ഇതൊക്കെയാണ് നമുക്ക് ഈ ഒരു സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് അല്ലെ ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ള കുറച്ച് തന്ത്രങ്ങൾ എന്ന് പറയുന്നത്. ഇനി നമുക്ക് അതിന്റെ പ്രിൻസിപ്പിൾസ് അല്ലെങ്കിൽ തത്വങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പൊ എന്തൊക്കെയാണ് അതിന്റെ പ്രിൻസിപ്പിൾസ്? അല്ലെങ്കിൽ സുസ്ഥിര വികസനത്തിന് 4 തത്വങ്ങളുണ്ട് അല്ലെ. അതിൽ ഒന്നാമതായിട്ട് പറയണത് തന്നെ എന്താണ്, പിന്നെ ഏറ്റവും പുതിയതും അതുപോലെ തന്നെ ശാസ്ത്രീയവുമായിട്ടുള്ള വിവരങ്ങളുടെ അടിസ്ഥാനത്തിലായിരിക്കണം തീരുമാനങ്ങൾ എടുക്കേണ്ടത് എന്നാ പറയണത് അല്ലെ. അതുപോലെ കൂടാതെ എന്താണ്, വികസന മാർഗങ്ങളുടെ അപകട സാധ്യതയൊക്കെ എന്ത് ചെയ്യണം, വിലയിരുത്തുകയും ചെയ്യണം എന്നുള്ളതാണ് അതിന്റെ ഒന്നാമത്തെ തത്വം എന്ന് പറയുന്നത്. രണ്ടാമത് പറയുന്നത് വികസനം നടപ്പാക്കുമ്പോൾ വൻതോതിലുള്ള അനിശ്ചിതത്വവും അതുപോലെ തന്നെ അപകട സാധ്യതയും ഉണ്ടെങ്കിൽ കൃത്യമായിട്ടുള്ള മുൻകരുതൽ എടുക്കണം. മൂന്നാമത് പറയുന്നത് പരിസ്ഥിതിയിൽ ഉണ്ടാകുന്ന പ്രത്യാഘാതങ്ങൾ കണക്കിലെടുക്കേണ്ടത് നിർബന്ധമാണ് അല്ലെ. അതുപോലെ പ്രത്യേകിച്ച് പുതുക്കാൻ കഴിയാത്ത പ്രകൃതി വിഭവങ്ങൾ എന്താ ഉപയോഗിച്ച് തീർക്കുമ്പോൾ അത് പരിസ്ഥിതിയിൽ ഉണ്ടാകുന്ന പ്രത്യാഘാതങ്ങളൊക്കെ കണക്കിലെടുക്കണം അല്ലെ. അതായത് ധാതുക്കള്, കൽക്കരിയൊക്കെ പോലുള്ള പ്രകൃതി വിഭവങ്ങൾ. പിന്നെ നാലാമത് പറയുന്നത് എന്താണ്, പരിസ്ഥിതി മലിനീകരണം സൃഷ്ടിക്കുന്ന വിഭവത്തിന്റെ അതിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കുകയും അതിന്റെ ചെലവ് വഹിക്കുകയും ചെയ്യണം അല്ലെ. അതിനായിട്ട് എന്ത് ചെയ്യുക, പൊല്യൂട്ടേഴ്സ് പേ പ്രിൻസിപ്പിൾ എന്ത് ചെയ്യണം, കൃത്യമായിട്ട് നടപ്പാക്കണം എന്നുള്ളതാണ് ഇതിന്റെ 4 തത്വങ്ങൾ എന്ന് പറയുന്നത്. ഇനി ഈ ഒരു സസ്റ്റൈനബിൾ ഡെവലപ്മെന്റിന് കുറച്ച് ഫാക്ടേഴ്സ് ഉണ്ട്. എന്തൊക്കെയാണ് അതിന്റെ ഫാക്ടേഴ്സ് എന്ന് നമുക്ക് നോക്കാം. ഒന്നാമതായിട്ട് പറയുന്നത് ജനസംഖ്യയുടെ സ്ഥിരത എന്ത് ചെയ്യുക, കൈവരിക്കുക അല്ലെ. ഒന്നാമതായിട്ട് പറയുന്നത് ജനസംഖ്യ സ്ഥിരത കൈവരിക്കുക. രണ്ടാമത്തത് ഭൂവിനിയോഗത്തിൽ ഏകീകൃതമായിട്ടുള്ള ആസൂത്രണം കൊണ്ടുവരിക. മൂന്നാമത് ജൈവ വൈവിധ്യം സംരക്ഷിക്കുക. നാലാമത് ജലം, വായു എന്നിവ എന്ത് ചെയ്യുക, മലിനമാക്കുന്നത് തടയുക. അതുപോലെ അഞ്ചാമത് പറയുന്നത് പുതുക്കാൻ കഴിയുന്ന പ്രകൃതി വിഭവങ്ങൾ എന്ത് ചെയ്യുക, ഉപയോഗിക്കുക. അതുപോലെ ആറാമത് പറയുന്നത് മാലിന്യങ്ങൾ റീസൈക്ലിങ്ങിന് വിധേയമാക്കുക. ഏഴാമത് പറയുന്നത് എല്ലാ തലങ്ങളിലും എന്താ പറയാ പരിസ്ഥിതികമായിട്ടുള്ള വിദ്യാഭ്യാസവും അവബോധവും നൽകുക. ഇതൊക്കെയാണ് അതിന്റെ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. ഇനി ഇതുമായി ബന്ധപ്പെട്ട അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ് നീഡ്സ് ഫോർ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് അല്ലെ. എന്തൊക്കെ നീഡ്സ് ആണ് നമുക്ക് നോക്കാം. നമ്മുടെ പരിസ്ഥിതിയിൽ ഉണ്ടാവുന്ന ജൈവ വൈവിധ്യവും വരും തലമുറകൾക്ക് എന്താണ് കൂടി നിലനിർത്തുന്നതിൽ സുസ്ഥിര വികസനം എന്ന് പറയുന്ന ആശയത്തിന് എന്താണ് വലിയ തരത്തിലുള്ള പ്രസക്തി തന്നെ ഉണ്ട് അല്ലെ. അതുപോലെ പ്രകൃതി വിഭവങ്ങൾ നല്ല രീതിയിൽ ഉപയോഗിക്കുന്നതിനും പ്രകൃതി വിഭവ ശോഷണം എന്നിവ പ്രശ്നം പരിഹരിക്കുന്നതിനൊക്കെ ഈ ഒരു സുസ്ഥിര വികസനം എന്ന് പറയുന്നത് എന്താണ് ആവശ്യമായിട്ടുള്ള ഘടകമാണ്. അതുപോലെ പരിസ്ഥിതിയും ആവാസ വ്യവസ്ഥയും ദീർഘകാലത്തേക്ക് ഇതുപോലെ നിലനിർത്തി കൊണ്ടുപോവുക എന്ന് പറയുന്നത് എന്താണ് സുസ്ഥിര വികസനത്തിന്റെ ഒരു പ്രധാന ലക്ഷ്യമാണ്. അതുപോലെ അടുത്ത് പറയുന്നത് പരിസ്ഥിതിയാണ് എന്നെന്നും നിലനിൽക്കുന്ന സമ്പത്ത് വ്യവസ്ഥ എന്നതാണ് സുസ്ഥിര വികസനത്തിന്റെ അടിസ്ഥാന തത്വം എന്ന് പറയുന്നത് അല്ലെ. പരിസ്ഥിതിയാണ് എന്നെന്നും നിലനിൽക്കുന്ന സമ്പത്ത് എന്നുള്ളതാണ് വ്യവസ്ഥ അല്ലെ. സമ്പത്ത് വ്യവസ്ഥ എന്നതാണ് സുസ്ഥിര വികസനത്തിന്റെ ഒരു അടിസ്ഥാന തത്വം എന്ന് പറയുന്നത്. അതുപോലെ മനുഷ്യന്റെ പ്രവർത്തനങ്ങളുടെ ഫലമായിട്ട് കാലാവസ്ഥയിൽ കാര്യമായിട്ടുള്ള വ്യതിയാനം സംഭവിക്കുന്നുണ്ട് അല്ലെ. അങ്ങനെ വളരെ കാലമെടുത്താണ് കാലാവസ്ഥാ വ്യതിയാനം സംഭവിക്കുന്നത്. പക്ഷേ ഇന്ന് അതിന്റെ വേഗത എന്ത് ചെയ്തിട്ടുണ്ട്, കൂടിയിട്ടുണ്ട് അല്ലെ. ഇതൊക്കെ തടയിടാൻ സുസ്ഥിര വികസനം എന്ന് പറയുന്ന ഈ ഒരു പദ്ധതി എന്ത് ചെയ്യുന്നുണ്ട്, ഏറെ സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ആഗോള താപനം, കാലാവസ്ഥാ വ്യതിയാനം, വായു മലിനീകരണം പോലുള്ള ഗുരുതരമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ നിലനിൽക്കുന്നതിൽ ഈ ലോകത്ത് പാരിസ്ഥിതിക പ്രത്യാഘാതങ്ങൾ എന്താണ് കുറച്ചു കൊണ്ടുള്ള വികസന മാതൃകകളൊക്കെ നടപ്പിലാക്കാൻ ഈ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റിന് പ്രസക്തി ഉണ്ട്, അല്ലെങ്കിൽ അത് സഹായിക്കുന്നുണ്ട് അല്ലെ. അതുപോലെ പരിസ്ഥിതി നിലനിർത്തിക്കൊണ്ട് തന്നെ മാനവരാശിയുടെ വികസനം സാധ്യമാക്കാനുള്ള ഒരു ആശയം കൂടിയാണ് എന്ത് ഈ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് അല്ലെങ്കിൽ സുസ്ഥിര വികസനം എന്ന് പറയുന്നത്. അപ്പൊ ഇതൊക്കെയാണ് അതിന്റെ എന്ത് പറയണത് നീഡ് ഫോർ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്ന് പറയുന്ന ഭാഗത്ത് പറയുന്നത്.
നാലാമത്തെ മൊഡ്യൂളിൽ ഇനിയും കുറച്ച് ഭാഗങ്ങൾ കൂടെ ഉണ്ട്. എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷൻ അല്ലെ, ഡൊമസ്റ്റിക് പോളിസി ഇൻസ്ട്രുമെന്റ്, എക്കണോമിക് ഇൻസ്ട്രുമെന്റ്, വളണ്ടറി അപ്രോച്ചസ്, അതുപോലെ തന്നെ ഇൻഫർമേഷൻ ആൻഡ് എഡ്യൂക്കേഷൻ ഇൻസ്ട്രുമെന്റ്, അതുപോലെ തന്നെ എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷൻ കേരള, സൈലന്റ് വാലി, പ്ലാച്ചിമട, അതുപോലെ തന്നെ കാതികൂടം. ഇതും കൂടെ പറഞ്ഞാലാണ് ആ ഒരു ഒന്നാമത്തെ മൊഡ്യൂൾ കംപ്ലീറ്റ് ആവുക. ആ ഒരു വീഡിയോ അടുത്തൊരു വീഡിയോ ആയിട്ട് ചെയ്യാം. അപ്പോൾ ഈ ഒരു ഭാഗത്ത് ഇത്രയും ഭാഗങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക. ഈ ഒരു വീഡിയോ ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം.